അതല്ല, പിന്നെ താങ്കളാരാ? മറുപടി, ആ വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നവനാ. ഞാൻ ആ വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നവനാ. പിന്നെ ആരായി വെളിച്ചം? യോഹന്നാൻ ആ കലങ്ങി മറിയുന്ന യോർദാനിൽ നിന്ന് കരയിലേക്ക് നീട്ടിട്ട് പറഞ്ഞു, കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് താണ്ടു വരുന്നു. ഇവനാ വെളിച്ചം, ഇവനാ വെളിച്ചം. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കാൻ അവന് കഴിയും. നിന്റെ കൂടാരത്തിന്റെ അകത്ത് ഇരുട്ട് മാറ്റാൻ അവന് കഴിയും. നിന്റെ പട്ടണത്തിലെ അന്ധകാരം മാറ്റാൻ അവന് കഴിയും. ഈ ഉപവാസം കഴിയുമ്പോൾ ഈ കൊച്ചി പട്ടണത്തിലെ ഇരുളിന്റെ ശക്തികൾ ദൈവം എടുത്തു മാറ്റും. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ദൈവം തുടച്ചു മാറ്റും. ഈ ദേശത്ത് ഭരിക്കുന്ന ഇരുട്ടിന്റെ ആത്മാക്കൾ മുട്ടുമടക്കുന്ന ദിവസമായി മാറും. ഹല്ലേലൂയ, ആമേൻ. കരമുയർച്ച് നല്ലൊരു ഹല്ലേലൂയ പറ. നീ എവിടെ പോയാലും വെളിച്ചമാ കുഞ്ഞെ. കരം കൊടുത്തു പറ, നീ എവിടെ പോയാലും വെളിച്ചമാ. ആ കൈയൊന്ന് കൊടുത്തു പറ, കുഞ്ഞെ നീ എവിടെ പോയാലും വെളിച്ചമാ. നീ ഭാരപ്പെടണം, നീ എവിടെ കാല് വെച്ചാലും അവിടെ വെളിച്ചമാ. ഒരു കൂരിരുട്ടും നിന്നെ തൊടത്തില്ല. നിങ്ങൾ വെളിച്ചമാന്നേ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഞാന് ഒരു മൊബൈൽ ലൈറ്റാണ്, ഞാൻ സഞ്ചരിക്കുന്ന ലൈറ്റാണ്. സഹോദരൻ പറഞ്ഞു, ഈ ചാർജ് ചെയ്തിട്ട് കത്തിക്കുന്ന ഈ സാധനം വന്നിട്ട് ഒരു 10 വർഷത്തെ താഴെയുള്ളൂ അല്ലേ. പണ്ടെല്ലാം കുത്തിയിട്ടിട്ട് വേണമായിരുന്നു എന്ത് ചെയ്യാൻ, അല്ലെ? കുത്തിയിട്ടിട്ട് വേണം. ചാർജബിൾ അകത്ത് ബാറ്ററി ഉള്ള സിസ്റ്റം വന്നത് കുറച്ച് നാളെ ആയുള്ളൂ അല്ലേ, കുറച്ച് നാളെ ആയുള്ളൂ. പണ്ടെല്ലാം നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ അറ്റം കുത്തിയിട്ടിട്ട് വേണം ലൈറ്റ് അടിക്കാൻ, അല്ലെങ്കിൽ ബാറ്ററി മേടിച്ചിടണം. ഇപ്പം അങ്ങനെയല്ല, ഈ ചാർജ് ചെയ്യുന്ന ലൈറ്റുകൾ വന്നു. ഞാൻ ഇങ്ങനെ പറയുകയാണ്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ദൈവം നമ്മളെ ലൈറ്റാക്കി വെച്ചിരിക്കുക. പിന്നെ എന്ത് ചെയ്യും? ഉപവാസ പ്രാർത്ഥനക്ക് വന്ന് ഇവിടെ ഇട്ട് കുത്തിയിട്ട് ചാർജ് ആകും, പുറത്തു പോയി കത്തും. ഈ 13ാമത്തെ ദിവസവും സജിമാഷ ചാർജ് ആകാതിരിപ്പുണ്ട്. എങ്ങനെയാണെന്നറിയാം? ഈ മൊബൈലിന്റെ ചാർജിന്റെ ഇത് കാണുമല്ലോ അകത്ത്, ഈ ബാറ്ററിയുടെ കട്ട, അത് ചിലതിനെയൊക്കെ ഒരെണ്ണമൊക്കെ കാണുന്നുള്ളൂ. 13ാം ദിവസമായി. ഇത് തീരുന്നതിന് മുമ്പ് അത് ഫുള്ളാക്കണേ. അടുത്ത നവംബർ വരെ കാത്തിരിക്കണ്ടേ, ഇതൊന്ന് നിറക്കണ്ടേ. അതുകൊണ്ട് ഫുള്ളാക്കണം. ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. പോകുന്നിടത്തൊക്കെ വെളിച്ചം കത്തണം. പണ്ട് നമ്മുടെയൊക്കെ ഈ നാട്ടിലെ കല്യാണ വീടുകളിൽ ഈ പെട്ടെന്ന് രാത്രിയൊക്കെ കരണ്ട് പോയാൽ പകരം കത്തിക്കാൻ നമ്മുടെ ഒരു പെട്രോൾ മാക്സ് ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ചാമ്പി കത്തിക്കുന്ന മറ്റേ എന്താണ്, മാൻഡൽ അല്ലേ, മാൻഡലുള്ളൊരു പെട്രോൾ മാക്സ്. അങ്ങനെ ഒരു വീട്ടില് കല്യാണത്തിന്റെ രാത്രി കരണ്ട് പോയപ്പോ ആ വീട്ടിലെ അപ്പച്ചൻ ഓടി നടന്നൊരു പെട്രോൾ മാക്സ് കൊണ്ടുവന്ന് കത്തിച്ചിട്ട് ഒരു മോന്റെ തലയിലോട്ട് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇരുട്ടുള്ളിടത്ത് കൊണ്ടുപോയി വെച്ചോ എന്ന് പറഞ്ഞു. എവിടെ കൊണ്ടേ? ഇരുട്ടുള്ളിടത്ത്. ഇവന് ഒരു 2 മണിക്കൂർ ഇതും കൊണ്ട് നടന്നിട്ട് തിരിച്ചു വന്നിട്ട് അപ്പാപ്പനോട്, അപ്പാപ്പന് വട്ടായി പോയി. അപ്പാപ്പൻ എവിടെയാ ഇവിടെ ഇരുട്ട്, ഇവിടെ ഈ പരിസരത്തൊന്നും എന്തില്ല, ഇരുട്ടില്ല. അപ്പോഴാ മനസ്സിലായി ലൈറ്റ് എവിടെയാ ഇരിക്കുന്നേ, ഇവന്റെ തലയിലായിരിക്കുന്നേ. ഇതും കൊണ്ടാ ഇവൻ ഇരുട്ടന്വേഷിച്ച് നടക്കുന്നേ. എൻ്റെ പൊന്നു ദൈവമക്കളെ, നിങ്ങൾ ഈ ഇരുട്ടിനെ പേടിച്ച് നടക്കണ്ട. നീ ചെല്ലുന്നിടത്തൊക്കെ വെളിച്ചമാ, നീ കാല് വെക്കുന്നിടത്തൊക്കെ വെളിച്ചമാ. നീ തുപ്പി നടക്കണ്ട, നീ ശാസിച്ച് നടക്കണ്ട, നീ പോരാട്ടത്തെ പേടിച്ച് നടക്കണ്ട. പോരാട്ടം നിന്നെ പേടിച്ച് നടക്കുക. ഹല്ലേലൂയ, ആമേൻ. പോരാട്ടം നമ്മെ പേടിച്ച് നടക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടി പോരാട്ടത്തെ പേടിച്ച് നടക്കുക. ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നിന്റെ മേലൊരു വെളിച്ചം ദൈവം പകർന്നിട്ടുണ്ട്. അടുത്ത വഴി ദൂരിലോട്ട് ഞാൻ വരികയാ. ഒരു വഴി ദൈവം നിനക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. ആമേൻ. അതുകൊണ്ടാ പറയുന്നത്, ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. വാക്യം പറ, ഉറക്കെ പറ. കണ്ണ് കണ്ടിട്ടില്ല, പിന്നെയോ ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ ആൻസർ പറയണം. നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നതും നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും തോമാച്ചന് തുറന്നൊരു വഴി പോലെ, കറിയാച്ചന് തുറന്ന ഒരു വഴി പോലെ, ലിസിക്ക് തുറന്നൊരു വഴി പോലെ, മറിയാമ്മക്ക് തുറന്ന ഒരു വഴി പോലെ ഒരു വഴിയല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് തെറ്റാണ് ദൈവ പൈതലേ. ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്തൊരു വഴിയാ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്ത്
അകത്ത് നിന്റെ അടുത്തിരുന്ന് ആരാധിക്കുന്ന ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത ഒരു വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കും. നീ എവിടെ കാല് ചവിട്ടി നിൽക്കുന്നോ അവിടെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. നീ എവിടെ പരാജയപ്പെട്ടോ അവിടെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. വിശ്വസിച്ചേറ്റത്, വിശ്വസിച്ചേറ്റത്. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് പറഞ്ഞേ, യേശു ഒരു വാതിൽ ആർക്കും അടപ്പാൻ. യേശു ആർക്കും, യേശു ഒരു വാതിൽ തുറന്ന ആർക്കും അടപ്പാൻ. യേശു ഒരു വാതിൽ അടച്ച ആർക്കും തുറപ്പാൻ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ, തുറന്നിടുമേ അടച്ചിടുമേ. യെസ്, വൈരിയിൻ വാതിൽ തുറന്നിടുമേ, തുറന്നിടുമേ എനിക്കായി. ചേർന്ന് പറ, അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിയിൻ വാതിൽ അടച്ചിടുമേ. യേശു ആമേൻ. യേശു ഒരു വാതിൽ അടച്ച ആർക്കും തുറപ്പാൻ ആവുകില്ല. തുറന്നിടുമേ, ഇടുമേ എനിക്കായി. ഓ ഓ ഓ, തുറന്നിടുമേ വാതിൽ അടച്ചിടുമേ വൈരിയിൻ വാതിൽ. യേശു ഒരു വാതിൽ, യേശു ഒരു ആർക്കും അടപ്പാൻ. യേശു ഒരു വാതിൽ. അമ്മേ, അങ്ങനെയാണെങ്കിലേ ദാവീദ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ, ഞാൻ നടക്കേണ്ട വഴി എന്നെ എന്ത് ചെയ്യണേ, ഈ 13-ാമത്തെ ദിവസം പറ, കർത്താവേ ആ വഴി എന്നൊന്ന് അറിയിക്കേ. ഞങ്ങൾ പോകേണ്ട ഏത് വഴിയാ, ഞങ്ങൾ നടക്കേണ്ട ഏത് വഴിയാ, ഞങ്ങൾ ഇനി മുന്നോട്ട് സ്റ്റെപ്പ് വെക്കേണ്ട ഏത് വഴിയാ ഒന്ന് പറ, ദൈവത്തോട് പറ. അതിന്ന് പിക്ചറിൽ കാണുന്ന പോലെ ദൈവം നിനക്ക് വെളിപ്പെടുത്തും. ഞാൻ ചുമ്മാ പറയല്ല, ഒരു പക്ഷെ ഒരു ഉപദേശിയും പറയാതെ നിന്നെ സ്വപ്നത്തിലൂടെ ദൈവം നിനക്ക് നൽകി തരും. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ വാക്യം ഇങ്ങനെ പറയുന്നത്, ക്ഷമിക്കണം, ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ പദം ഇങ്ങനെ ആവർത്തിക്കുന്നത്. അത് ഞാനല്ല, എന്നോട് പറയാൻ പരിശുദ്ധാത്മ പറയുന്നു. നിന്റെ വഴി ഒരു പ്രവാചകനിലൂടെ അറിയിക്കത്തില്ല, ദൈവം നിന്നോട് സംസാരിക്കും. നിന്റെ സ്വപ്നത്തിലൂടെ, ഒരു പക്ഷെ നിന്റെ അകത്ത് ആലോചനയായി, ഒരു പക്ഷെ വചനത്തിലൂടെ, ആരുടെയും ഒരു മീഡിയേറ്റർ ഇല്ലാതെ നിന്റെ വഴി ദൈവം നിന്നെ കാണിക്കും. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ആമേൻ. ഒന്ന് ധ്യാനിച്ചേ, ദൈവം നടത്തിയ വഴികളൊന്ന് ധ്യാനിച്ചേ, ദൈവം മുന്നോട്ട് കൊണ്ടുപോയ വഴികളൊന്ന് ഓർത്തേ. എന്നിട്ട് ഇന്ന് പകൽ പറ, ദൈവമേ ആ വഴി ആർക്കും കണ്ടിട്ടില്ലാത്ത വഴി, ആമേൻ, അത് ദൈവം നടക്കേണ്ട വഴി എന്നെ എന്ത് ചെയ്യണം, എന്നെ അറിയിക്കണം. സ്തോത്രം. ഞാൻ സ്തോത്രം, ഈ രക്ഷിക്കപ്പെട്ട് വന്ന സമയത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം കേട്ടോ, ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാൻ താല്പര്യപ്പെട്ടു. ജോഷി പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റേ എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം. പാസ്റ്റർക്കാണെങ്കിൽ എന്നെ വേലക്കിറക്കുന്നതിൽ ഭയങ്കര തടസ്സം എന്ന് പറഞ്ഞാൽ, ഞാൻ സുവിശേഷ വേലക്കിറങ്ങാൻ ഏറ്റവും തടസ്സം ഉണ്ടായത് പാസ്റ്ററാണ്. ഒരു സഹോദരൻ പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, നീ ഇറങ്ങണ്ട, ഇറങ്ങിയാൽ ശരിയായാല. കാരണം ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയാൽ ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് പാസ്റ്റർക്ക് ഒരു നിലവാരമില്ലായിരുന്നു. എന്നിട്ട് പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഓക്കെ, നീ സുവിശേഷ വേലക്ക് കൊള്ളാമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ ഒരു 2-3 മാസം എൻ്റെ ജോലിയൊക്കെ കളഞ്ഞ് പാസ്റ്ററിനോട് സുവിശേഷം അറിയിക്കാൻ പോകും, ട്രാക്റ്റ് കൊടുക്കാൻ പോകും. എന്നോട് പറഞ്ഞു, ഒരു 3 മാസം ഒന്ന് ടെസ്റ്റ് അടിക്കട്ടെ. അങ്ങനെ 3 മാസം പാസ്റ്ററിൻ്റെ കൂടെ വീടുകൾ കയറി ട്രാക്റ്റ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പുത്തൻതോട് ഒരു ദിവസം ട്രാക്റ്റ് കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ കയറി വരികയാണ്. അപ്പോൾ
പുത്തനോട് സ്റ്റോപ്പിൽ നിന്നും കണ്ടക്കടവിലേക്ക് ബസ് കാത്തു നിൽക്കുമ്പോൾ ഞാൻ നോക്കുന്ന കാഴ്ചയിൽ ഒരു കാഴ്ച കണ്ടു. എൻ്റെ പാസ്റ്റർ വന്നിട്ട് കഴുത്തിന് കയറി ഒരാൾ അമക്കി പിടിച്ചിരിക്കുന്നു. പൂട്ടിട്ട് ഇങ്ങനെ പിടിച്ചേക്കുക. പാസ്റ്റർ അതിനകത്ത് ഇങ്ങനെ ഞെരുങ്ങിയ. ഞാൻ ഒന്നും നോക്കിയില്ല, ഓടി വന്ന് ആ മനുഷ്യനെ പൊക്കിയെടുത്ത കാണക്കകത്തോട്ട് ഇടി അങ്ങ് തുടങ്ങി. ഇടി എന്ന് പറഞ്ഞാൽ നിലത്ത് തൊടാതെ ഇടിയ. ആമേൻ. ഇടിയും അടിയും ഒക്കെ കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ പാസ്റ്റർ കാണാനില്ല. പാസ്റ്റർ അടുത്ത ബസ്സിന് കയറിപ്പോയി. ഞാൻ അടുത്ത ബസ്സിന് കയറി വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ പാസ്റ്റർ കൊള്ളാം, ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് 10-12 കൂട്ടുകാരുണ്ടായി. ഞങ്ങൾക്ക് ജീവൻ തരുന്ന കൂട്ടുകാരാ. ഞങ്ങൾ ഒരാൾ വീണ് കിടന്നാൽ അവനെ എഴുന്നേൽപ്പിക്കാതെ പോകത്തില്ല. പാസ്റ്റർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പാസ്റ്റർ ഇറങ്ങടാ എൻ്റെ വീട്ടിൽ നിന്ന്. എടാ, ആ സൈമൻ ചേട്ടൻ എൻ്റെ ഉറ്റ സ്നേഹിതനാ. ഞങ്ങൾ സ്നേഹപ്രകടനം ചെയ്തതാ, നിന്നോട് ആര് പറഞ്ഞതല്ല. ഞാൻ അത് എനിക്കറിയത്തില്ല. ഈ സൈമൻ ചേട്ടന് ഒരു പരിപാടിയുണ്ട്. സൈമൻ ചേട്ടന് ആ സ്നേഹമുള്ള ഒരാളെ കണ്ട കെട്ടിപ്പിടിച്ച് ആമൻ പാസ്റ്റർ എന്ന് വിളിക്കില്ല, പാസ്റ്ററേ പാസ്റ്ററേ എന്ന് പറഞ്ഞ് പൂട്ടിവിട്ട് പിടിക്കുക. ഭയങ്കര സ്നേഹം. ഞാൻ ഓർത്തു എൻ്റെ പാസ്റ്റർ തല്ലാൻ പിടിച്ചതാ. ഞാനിവിടെ ജീവനോട് ഇരിക്കുമ്പോൾ എൻ്റെ ഉപദേശത്തോടാൻ ഞാൻ പതുക്കെ എടുത്തിട്ട് ഇടിച്ചു. പാസ്റ്റർ പറഞ്ഞു, നിന്നെ ഇനി എൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ട്, പൊക്കോളാം. സുവിശേഷ വേലക്ക് ഇറങ്ങിയിരിക്കുന്നു, നിന്നെ ഞാൻ കൊണ്ടുപോകത്തില്ല, നീ കൊള്ളത്തിലടാ സുവിശേഷ വേലക്ക് എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി. പിന്നെ എന്നെ കൊണ്ടുപോകത്തില്ല. 5-6 മാസം പാസ്റ്റർ എന്നെ വിളിക്കത്തില്ല. ഞാൻ ചോദിക്കും, പാസ്റ്റർ നാളെ എവിടെയെങ്കിലും പരിപാടിയുണ്ട്, നീ വരണ്ട. എനിക്കാകെ നിരാശയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ചർച്ചിനകത്ത് 21 നടക്കുക. 21 അതിൽ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാനൊന്ന് ഉപവസിച്ചോട്ടെ. നീ ഉപവസിക്കാൻ പാകുമ്പോൾ ഞാൻ പറയാം. ഞാൻ പറഞ്ഞു, ഇല്ല പാസ്റ്റർ, ഞാൻ മര്യാദയ്ക്ക് ഇരിക്കും. അങ്ങനെ ആ മീറ്റിങ്ങിനകത്ത് ഞാൻ ഇതുപോലെ നിങ്ങൾ ഇരിക്കുന്ന പോലെ വന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അനുചേട്ടാ ഞാനൊരു ദർശനം കാണുകയാണ്. എന്താ ദർശനം എന്നറിയാമോ? ഒരു ആരോ മാർക്ക് കണ്ടക്കടവിൽ നിന്നും നേരെ വടക്കോട്ട് പോകുന്നു. ആരോ മാർക്ക് ഫോർട്ട് കൊച്ചി എന്ന് എഴുതിയെടുത്ത് വന്ന് തറച്ചു. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്ററിന്റെ തലേ കൈവച്ചിട്ട് പറയാ, നീ ഇപ്പോൾ ഒരു ദർശനം കണ്ടുകൊണ്ടിരിക്കുക, അവിടുത്തെ ഉപദേശി നീയാ. അങ്ങനെയാ ഞാൻ ഇവിടെ വന്നേ. ദൂത മനസ്സിലായോ? ഒരു പ്രവാചകന്റെ അരുളപ്പാടിൽ വന്നതല്ല, ദൈവത്തിന്റെ വെളിപ്പാടിൽ വന്നതാ. അതുകൊണ്ടാ പറഞ്ഞത്, അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കത്തില്ല. എന്നെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ഇങ്ങോട്ട് വിട്ടതല്ല, പകരം ആരെങ്കിലും കൈവച്ച് പ്രാർത്ഥിച്ച് എന്നെ അടച്ചതല്ല. ഇത് ദൈവത്തിന്റെ വെളിപ്പാടാ. ആരോടൊക്കെയോ ദൈവം പറയുന്നു, ഒരു ദൈവ ശബ്ദം ദൈവം നിന്നെ കേൾപ്പിക്കും. ഒരു ദൈവിക അരുളപ്പാട് ദൈവം നിന്നെ കേൾപ്പിക്കും. ഒരു പക്ഷെ ദൈവം നേരിട്ട് ഇടപെടും, ഒരു പക്ഷെ സ്വപ്നത്തിലൂടെ ദൈവം നിന്നെ ഇടപെടും. അതാർക്കും പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറക്കും. ആമേ. ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഈ നമ്മൾ വായിച്ച 8-ാം വാക്യമാണ്. ആമേ, നമുക്ക് ഒന്ന് പഠിച്ചു വരണം. പഠിച്ചു വന്നാലേ അത് മനസ്സിലാകൂ. ഈ 43-ന്റെ 8-ാം വാക്യമാണ്. ആമേ, നടക്കേണ്ട വഴി എന്നെ അറിയിക്കണം, ഞാൻ പോകേണ്ട വഴി എന്നെ അറിയിക്കണം. നമ്മൾ പാടാറില്ലേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. അതെങ്ങനെയാ? കൂരിരുളായാലും താഴ്വരയായാലും അറിയാല്ലേ പാട്ട്? ഓക്കെ. അതുകൊണ്ട് നമ്മൾ വഴി ദൈവം കാണിക്കും. ഈ വഴി കാണിക്കുന്നതിന് മുമ്പ് ദാവീദ് മറ്റൊരു വിഷയം പ്രാർത്ഥിച്ചു. എന്ത് വിഷയമാ? 8-ാം വാക്യം. സോദരം, അതിന്റെ 5-ാമത്തെ വാക്യം. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. ഒന്ന് മൈക്കിലൂടെ വായിച്ച മോനെ. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. ഈ ഇന്ന് വഴി തുറക്കാൻ ഞാനൊരു എളുപ്പമാർഗം പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇഷ്ടമാണോ? സന്തോഷമാണോ? ആണെങ്കിൽ ശരിക്കും ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഇന്ന് മറഞ്ഞിരിക്കുന്ന വഴി, നിങ്ങൾക്കറിയാത്തൊരു വഴി ഇന്ന് ദൈവം തുറക്കാൻ ഒരു എളുപ്പമാർഗം പറയാം. ഞാൻ ആ പണ്ടത്തെ നാളുകളെ ഒന്ന് ഓർത്താ മതി, അല്ലേ? ഇത് മക്കളെ, ഇന്ന് ഞാൻ ഗ്യാരണ്ടി തരാം, ഈ ആലയം ഇറങ്ങുന്നതിന് മുമ്പ് നിനക്ക് വഴി ദൈവം തുറക്കും. അതിനൊരൊറ്റ മാർഗം, ആ പണ്ടത്തെ നാള്
ദൈവം നിന്നെ നടത്തിയ നാള്, ദൈവം നിന്നെ പുലർത്തിയ നാള്, ദൈവം നിന്നെ അനുഗ്രഹിച്ച നാളുകൾ ഒന്നോർത്തെ ഒരു സാധ്യതയുമില്ലാഞ്ഞിടത്ത് നിന്നെയൊക്കെ കഴിവുള്ളവരുണ്ടായിട്ട്, നിന്നെയൊക്കെ മിടുക്കന്മാരുണ്ടായിട്ട്, നിന്നെയൊക്കെ പഠിപ്പുള്ളവരുണ്ടായിട്ട്, നിന്നെയൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടും അതിന്റെ നടുവില് ദൈവം നിന്നെ നിർത്തി മാനിച്ചില്ലേ? ദൈവം നിന്നെ നടത്തി മാനിച്ചില്ലേ? ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഷാർജയിൽ മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു മനുഷ്യൻ എന്നെ അവിടുത്തെ ഒരു വലിയ കമ്പനിയിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. ജോർജങ്ങളെ, ഒരു വലിയ കമ്പനി പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. ആ കമ്പനിയിലെ മെയിൻ മാനേജർ ഈ മനുഷ്യനാ. കൊണ്ടുപോയി പ്രാർത്ഥിച്ചു. വലിയ വെലുവിടിപ്പുള്ള വണ്ടി കൊണ്ടുപോയി എന്നെ പ്രാർത്ഥിപ്പിച്ച് ഇറങ്ങി വന്നപ്പോ എനിക്കൊരു ഓഫറിങ് തന്നു. എന്നിട്ട് പ്രാർത്ഥിക്ക ഭാഷ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് പുള്ളിയുടെ 2 കണ്ണും നിറഞ്ഞ് കവിയ. ഞാൻ ചെന്നാച്ച കരയുന്നേ. പുള്ളി പറഞ്ഞു കേൾക്കണോ, ഞാൻ ഇന്ന് ഈ കമ്പനിയിൽ 2000-ലധികം ജോലിക്കാരുണ്ട്. അവിടെയെല്ലാം മെയിൻ പോസ്റ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ ക്വാളിഫിക്കേഷൻ ഭാഷയ്ക്ക് കേൾക്കണോ, 10ാം ക്ലാസ്സിൽ തോറ്റവനാ ഞാൻ. 10ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ചുമ്മാരിയച്ചാ. പക്ഷേ SLC ബുക്കിൽ ഞാൻ ജയിച്ചിട്ടില്ല. അന്ന് 220 മാർക്ക് മതി. പക്ഷെ ഞാൻ ജയിച്ചില്ല, തോറ്റവനാ. ഈ 2000-ൽ പരം ജോലിക്കാര് എന്റെ കമ്പനി ജോലി ചെയ്യുന്നു. ഇതിനകത്ത് എല്ലാ MBA-ക്കാരാ, എല്ലാം അക്കൗണ്ട് പാസ്സായതാ, എല്ലാം ഹൈ എഡ്യൂക്കേറ്റഡാ. പക്ഷെ ഇതിന്റെ മധ്യ നിർത്തിയിരിക്കുന്നത് തമ്പുരാനല്ല. പക്ഷേ അവൻ ഓഫീസിൽ കൊണ്ടുചെന്നു. തന്റെ ഓഫീസിൽ ചെന്ന് ഞാന് ഇപ്പോൾ ഓർക്കുമ്പോൾ എന്നെ കണ്ണെന്നറിയും. ഓഫീസ് എന്ന് ഭയങ്കര ഓഫീസ്. ആ ഓഫീസിൽ വിലപിടിപ്പുള്ള ചെയറുണ്ട്. ഇതെല്ലാം മാറ്റിയിട്ടിട്ട് ആ മനുഷ്യനെ നിലത്തോട്ട് കമന്ന് കിടന്ന് യേശുവെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ആ ഡോർ അങ്ങ് ക്ലോസ് ചെയ്തു. എന്നിട്ട് എന്നോട് പറയുക, പക്ഷേ ഈ കമ്പനിയുടെ അകത്തുള്ള ഒരൊറ്റ പൊട്ടന്മാരില്ല. അവിടെ കയ്യിലുള്ള എല്ലാം ഹൈ എഡ്യൂക്കേറ്റഡ് ആയ ഡിഗ്രിക്കാരാ, സർട്ടിഫിക്കറ്റാ. പക്ഷെ അവരുടെ നടുവിൽ അവസാനത്തെ സിഗ്നേച്ചർ എന്റെയാ. ഭാഷേ എങ്ങനെ ഞാൻ സ്തുതിക്കാതിരിക്കും? ദൈവ പൈതലേ, നമ്മുടെ കഴിവല്ല കേട്ടോ, നമ്മുടെ മിടുക്കല്ല കേട്ടോ. ഒന്ന് ഓർത്തെ ആ പണ്ടത്തെ നാളെന്നോർത്തെ. ദൈവം നടത്തിയില്ലേ? ദൈവം മാനിച്ചില്ലേ? എത്രയോ പേര് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എത്രയോ പേര് അപകടത്താൽ മാറ്റപ്പെട്ടു. എത്രയോ പേര് രോഗക്കിടക്കയിലാണ്. നിനക്ക് വന്ന പല രോഗങ്ങളും ഈ ലോകത്ത് വന്നവർ ഇന്ന് ഭൂമിയുടെ പരപ്പിലില്ല. അവരെല്ലാം ഇന്ന് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഇന്നും ജീവനോടെ ഇരുത്തി ആരാധിക്കാൻ കൃപ തന്ന ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. വഴി തുറക്കാൻ ഒറ്റ മാർഗ്ഗം. ഞാൻ പണ്ടത്തെ നാളുകൾ ഓർക്കുന്നു. നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു. ഒന്ന് പറ ദൈവ പൈതലേ, കിട്ടാത്തതിനെ ഓർത്ത് പുച്ഛിക്കല്ലേ, കിട്ടാത്തതിനെ ഓർത്ത് നെടുവീർപ്പിടല്ലേ. തന്നതിന് നന്ദി പറ, നടത്തിയതിന് നന്ദി പറ. സ്തോത്രം. കർത്താവിന് നല്ലൊരു ആമേൻ പറ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സത്യാവസ്ഥ ഒന്ന് തുറന്ന് പറയാ കേട്ടോ. എങ്ങനെ നമ്മൾ സ്തോത്രം പറയാതിരിക്കും? വർഷങ്ങൾക്ക് മുമ്പ് സജുമാഷെ ഒരു ബുള്ളറ്റ് കൊണ്ടുവന്നൊരു മനുഷ്യൻ അവിടെ വെച്ചു. ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പ്രേമല്ലേ. അപ്പൊ ഈ ബുള്ളറ്റ് നമ്മൾ സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ചിരിക്കുക. അറിയാതെ ഈ ഓണർ കാണാതെ ആ ബുള്ളറ്റിൽ കയറി ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ ഒന്ന് കയറിയിരുന്നു. പെട്ടെന്ന് ഇയാള് വന്നു. ഇറങ്ങടാ വണ്ടി എന്ന് പറഞ്ഞു. ഇറങ്ങടാ. നിന്നോട് ആര് പറഞ്ഞു വണ്ടിയെ കയറാൻ? ഞാൻ പറഞ്ഞു, എന്റെ പൊന്നി ഏട്ടാ, ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിരുന്നത്. കാശ് കൊടുത്ത് മേടിക്കടാ, എന്നിട്ട് കയറടാ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞ് കണ്ണീരോടെ ഇറങ്ങി. ഒന്നും കാരണം പുള്ളിയുടെ വണ്ടിയല്ലേ, പുള്ളി കാശ് കൊടുത്ത് മേടിച്ചതല്ലേ. ഒരു ഹല്ലേലി ഒന്ന് ഉറക്കി പറ. പക്ഷെ ഇന്ന് നീ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. അന്നൊരു വണ്ടി ഉണ്ടാകുമോ എന്ന് നമ്മൾ സ്വപ്നം കണ്ടോ? ഇന്ന് ഒരു സൈക്കിൾ പോലും ഇല്ലാതെ ഇരുന്നൊരു സമയത്ത് വാഹനങ്ങൾ മാറി തന്നില്ലേ? ഒരു വീടുണ്ടാകുമോ എന്ന് ചോദിച്ചെടുത്ത് കയറിക്കിടക്കാൻ ദൈവം ഒരു ഭവനം തന്നില്ലേ? ഒരു കുഞ്ഞുണ്ടാകുമെന്ന് ചോദിച്ചെടുത്ത് നല്ല തലമുറയെ തന്നില്ലേ ദൈവ പൈതലേ? ആമേ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ആമേൻ പറഞ്ഞാൽ മതി കേട്ടോ. ഭാര്യയും ഭർത്താവും കൂടി അല്ലേ ഇന്ന് ഈ മീറ്റിങ്ങിന് വന്നത്? അങ്ങനെയുള്ളവർ മാത്രം ഒരു ഹല്ലേലൂയ പറ. ഭാര്യയും ഭർത്താവും കൂടിയല്ലേ വന്നത്? നിനക്ക് തന്ന ഒരു കുഞ്ഞ് അംഗവൈകല്യമുള്ളൊരു കുഞ്ഞായിരുന്നെങ്കിൽ, അതിനെ കാല് തളന്നോ പാരലൈസോ ആയ ഒരു കുഞ്ഞിനെയാണ് ദൈവം നിനക്ക് തന്നിരുന്നതെങ്കിൽ, ഒരാൾക്കല്ലേ മീറ്റിങ്ങിന് വരാൻ പറ്റത്തുള്ളായിരുന്നു. ആ കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വീട്ടിലിരിക്കണ്ടേ? ഇതൊന്നുമില്ലാതെ 1
ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഇതിനകത്ത് വന്ന് ആരാധിക്കാൻ കൃപ തന്ന ആ പണ്ടത്തെ നാളോർത്ത് ദൈവത്തിന് നന്ദി പറ ദൈവ പൈതലേ. അവൻ ഒന്ന് വാക്യം പറയുന്നു, ആ പണ്ടത്തെ നാളോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നന്ദി പറ, നന്ദി പറ. ദൈവം തന്ന കുഞ്ഞുങ്ങൾക്ക്, അംഗവൈകല്യമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് കേറിക്കിടക്കാൻ ഭവനം തന്ന ദൈവത്തിന് ഇന്ന് വഴി തുറക്കണമെങ്കിൽ ഇന്നലകളെ നടത്തിയ ദൈവത്തിന് കരമടിച്ച് ആരാധിക്കണം. അതാണ് 103-ാം സങ്കീർത്തനം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞാൻ ഇച്ചിരി ഒന്ന് കയറ്റി പറയട്ടെ. മറ്റൊന്നും നിങ്ങൾ വിചാരിക്കല്ലേ, ഇയാൾ എന്നെ അല്പനാന്നൊന്നും നിങ്ങൾ പറയല്ലേ. നമ്മൾ പല വീടുകളിൽ ചെന്ന് അവരുടെ വീടുകളിൽ ഇരിക്കുന്ന പലതും കണ്ടപ്പോ, അയ്യോ ഇവരുടെയൊക്കെ വീട്ടിൽ ഇതുണ്ടല്ലേ, നമുക്കിത് ഇതൊന്നില്ല എന്ന് പറഞ്ഞു പോന്ന നിന്റെ വീട്ടിൽ ഈ സാധനം അറിയാതെ വന്ന് കയറിയത് ഓർക്കുന്നുണ്ടോ? നീ വാങ്ങിച്ചാൻ ആഗ്രഹിച്ചതല്ല, പക്ഷെ എങ്ങനെയോ വന്ന് കയറി. ഇത് ദൈവത്തിന്റെ ദാനമല്ലേ കുഞ്ഞ്? സ്വത്രം. ആമേ. കണ്ടക്കടവില് ആമേൻ 2 സൈഡും, മുൻപിൽ വയലും പുറകില് ആമേൻ തോടുമാ ഞങ്ങളുടെ വീട്. എൻ്റെ 2 പെങ്ങന്മാരും ഇന്ന് ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പുറത്തോട്ട് റോട്ടിലോട്ട് വന്നെങ്കിൽ വള്ളത്തിന് വരണം. വള്ളമില്ലെങ്കിൽ ഞങ്ങൾ ചെറുവരമ്പത്താ. റോട്ടിലോട്ട് പോയി ഒരു 100 ഗ്രാം പഞ്ചസാര മേടിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വള്ളം വേണം. പാലമൊന്നുമില്ല. വള്ളമില്ലാതെ ഇപ്പുറത്ത് വരാനൊക്കത്തില്ല. മുമ്പിൽ ആമേൻ ഈ വയലും ഇപ്പുറത്ത് തോടുവാ. പിന്നെ രാത്രിയൊക്കെ പോയിട്ട് വരുമ്പോൾ, സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ വള്ളമൊന്നും ഉണ്ടാകത്തില്ല. ഉടുത്ത തുണി തലയിൽ കെട്ടിട്ട് നീന്തിയാ പോകുന്നേ. അപ്പൊ ഇങ്ങനെ വരുമ്പത്തൊക്കെ നിൽക്കുമ്പോൾ ഈ ഒരു 11 മണിയാകുമ്പോഴേ, രാവിലെ 11 മണിയാകുമ്പോൾ നെടുമ്പാശ്ശേരി നമ്മുടെ ഈ ഇവിടത്തില്ലേ എയർപോർട്ട്, നമ്മുടെ നേവൽ ബേസ്, ആ നേവൽ ബേസിൽ നിന്ന് രാവിലെ 11 മണിക്ക് ഒരു ഫ്ലൈറ്റ് പോകും. അത് എല്ലാ ദിവസവും ബോംബെക്ക് പോകുന്ന ഫ്ലൈറ്റാണ്. ആ ഫ്ലൈറ്റ് പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മണ്ടേ കൂടിയാണ്. അത് പോകുമ്പോൾ ഇങ്ങനെ ആ ചെറുവരമ്പത്ത് നോക്കും. എൻ്റെ ദൈവമേ, എന്ത് ഭാഗ്യവന്മാരാ ഇതിനകത്തൊക്കെ പോകുന്നത്. കുരിശു വരെ വരച്ചിട്ടുണ്ട്. ആവുന്ന ഞാൻ ഈ ഫ്ലൈറ്റ് യാത്ര ചെയ്ത് പൊന്നു കർത്താവ്, ഇതിനകത്തൊന്നും ഇറങ്ങിയിരുന്നെങ്കിൽ ഈ 10-22 വർഷം കൊണ്ട് 23-ാമത്തെ വർഷം, യശുവിനിപ്പോൾ 24 23 വർഷമായിട്ട് ഈ ഫ്ലൈറ്റിന് യാത്ര ചെയ്ത് കർത്താവ് ഇതിനകത്തൊന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചപ്പോ എനിക്ക് ഓർക്കാൻ പറ്റുമോ ആ വെള്ളിക്കുരിശ് കണ്ട് കുരിശ് വരച്ചത്? നമ്മളെപ്പോലെ ഈ അവിശ്വാസികളും നന്ദിയില്ലാത്തവരും വേറെ ഇല്ല ദൈവമക്കളെ. ഇന്ന് തുറക്കുന്ന വഴി ഇന്നലകളിൽ നടത്തിയത് ഓർത്ത് സ്തുതിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാന് ഈ മെസ്സേജ് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, രാവിലെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് എൻ്റെ കണ്ണ് നനഞ്ഞാ ഇത് എഴുതിയത്. ഇതൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ ദൈവമക്കളെ? ഇന്ന് ദൈവം നമ്മുടെ സ്ഥിതിയൊക്കെ മാറ്റിയപ്പോഴേ ഇപ്പൊ നമ്മുടെ ലെവല് ആ സ്ഥിതി മാറിയ ഒരു പാട്ടാണ് അല്ലേ? ഇപ്പൊ നമ്മൾ കാറിന് വരുന്നു, കാറിനുള്ള ഒരു പാട്ടാണ് നമ്മുടെ ബന്ധം. ഇപ്പൊ നമ്മള് സ്തോത്രം ഭയങ്കര ഗമേല വരുന്നേ, അപ്പൊ നമുക്ക് അവരുമായിട്ടാ ബന്ധം. നമുക്ക് ഇവരെയൊന്നും നേരെ നിന്ന് നൂല് പോക്കാൻ പോലും അവസരമില്ലാഞ്ഞൊരു സമയം ഉണ്ടായില്ലേ ദൈവമക്കളെ? അല്ലേ? ഒരു സ്തോത്രം പറഞ്ഞേ. ആകെ കൂടി നമ്മുടെ മേത്തുണ്ടായ സ്മെല്ലെന്ന് പറയുന്നത് പഴയ ലൈബോസോപ്പിന്റെ സ്മെല്ലാണ്. ഇപ്പൊ വില കൂടിയ പെർഫ്യൂം ഒക്കെ അടിച്ച് നമ്മൾ പോവുകയും വരികയും ചെയ്യുമ്പോൾ പെർഫ്യൂം അടിക്കാത്തവനെ കാണുമ്പോ ഒരു എന്തോ ഒരു ഇച്ഛിച്ചി. ഇന്ന് തമ്പുരാൻ നിന്നോട് പറയുന്നു, തുറക്കേണ്ട വഴി തുറക്കണമെങ്കിൽ ഇന്നലെ നടത്തിയതിന് ഓർത്ത് നന്ദി പറഞ്ഞാൽ മതി. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ അധരം ചലിക്കാതിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് അത്ഭുതമാണ്. നന്ദി പറയാൻ ഇഷ്ടം പോലെ ഇല്ല ദൈവമക്കളെ, ഇഷ്ടം പോലെ ഇല്ലേ? ഒന്ന് പറ
ദൈവമക്കളെ, കർത്താവേ, എന്നെ നടത്തിയ ദൈവത്തിന് നന്ദി, എന്നെ അത്ഭുതമാക്കിയ ദൈവത്തിന് നന്ദി. ആമേൻ. എന്റെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ മറുപടി തന്ന ദൈവത്തിന് നന്ദി. ദൈവം എന്നെ അത്ഭുതകരമാക്കി നടത്തിയ എന്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇനി മോനെ, സമയം പോകുന്നതുകൊണ്ട് ഞാൻ ഒരല്പം ഫാസ്റ്റായിട്ട് പോകുക. അതിന് ആറാമത്തെ വാക്യം, ഞാൻ എൻ്റെ കൈകളെ നിങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? മലർത്തുന്നു. വരണ്ട നിലം പോലെ എന്റെ പ്രാണനെ നിനക്കായി എന്ത് ചെയ്യുന്നു? ദാവീദിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? വരണ്ട നിലം പോലെയാണ്. ആത്മാവ് വീണ്ടും നിങ്ങളോട് പറയുന്നു, സകല വരൾച്ചകളും ദൈവം മാറ്റും, സകല വരണ്ട അവസ്ഥകൾ മാറ്റും. കൂടാരത്തിന്റെ അകത്ത് എന്തൊക്കെ രീതിയിൽ വരണ്ടിരിക്കുക, യെസ്, ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആ വരണ്ട നിലം ദൈവം മാറ്റാൻ പോകുകയാണ്. വരണ്ട നിലത്ത് ഒരു മഴ പെയ്യുമ്പോൾ ഒരു കിളിർപ്പുണ്ടാകുന്നത് പോലെ ഒരു വൻമഴ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് പകൽ അടക്കം വിശ്വസിക്കുന്നവർ രണ്ട് കരമടിച്ച് ദൈവത്തിന് നന്ദി പറ. ദൈവത്തിന് സ്തോത്രം ചെയ്യ. ദൈവമേ, എന്റെ വരണ്ട അവസ്ഥ ഇന്നൊന്ന് മാറട്ടെ. വരണ്ട നിലം പോലെ എന്റെ പ്രാണനെ നിനക്കായി ദാഹിക്കുന്നു. എന്റെ കുടുംബത്തിന്റെ വരൾച്ച മാറട്ടെ, എന്റെ സാമ്പത്തിക വളർച്ച മാറട്ടെ, എന്റെ ജീവിതത്തിന്റെ വരൾച്ചകൾ ഇന്ന് പകൽ മാറട്ടെ. ആമേൻ. ദൈവമക്കളെ, ഇതിനോട് ചേർന്ന് വായിക്കേണ്ട സങ്കീർത്തനമാണ് ഞാൻ ആദ്യമേ ആരംഭിച്ചത്. സങ്കീർത്തനം 42. ഞാൻ നേരത്തെ പറഞ്ഞു 42:5. ഇനി ഞാനൊരല്പം വേഗം പോകും, കാരണം അല്ല തീരത്തില്ല. വായിച്ച മോനെ. എന്റെ ആത്മാവേ, നീ വിഷാദിച്ച്. ആരോടോ ദൈവം പറയുന്നു, ഉള്ളിൽ ഞരക്കം മാറ്റിക്കോ. ഈ 13-ാമത്തെ ദിവസം ഉള്ളിലെ ഞരക്കം മാറ്റിക്കോ, ഉള്ളിലെ വിഷാദം മാറ്റിക്കോ. ദൈവത്തിൽ എന്ത് ചെയ്യണം? ഒരു ഹോപ്പ് നിനക്ക് ദൈവത്തിലാണ്. ആമേൻ. അടുത്ത വാക്യം, മോനെ, അടുത്ത വാക്യം ഉറക്കെ വായിച്ചോ. എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവന് എന്ത് ചെയ്യും? ഞാൻ സ്തുതിക്കാൻ തുടങ്ങിയ. ആമേൻ. സ്തുതിച്ച് അവസാനിപ്പിച്ചില്ലെന്ന, സ്തുതി ആരംഭിക്കുന്നേ ഉള്ളൂ, ആരാധന ആരംഭിക്കുന്നേ ഉള്ളൂ. എൻ്റെ ആയുസ് മുഴുവൻ, ദൈവം തന്ന ആയുസ് മുഴുവൻ, ദൈവം തന്ന പ്രാണൻ മുഴുവൻ, എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും ഇന്ന് പകൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. എന്തുകൊണ്ട്? ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. ഇന്നലകളിൽ നടത്തിയ ദൈവത്തിന് ഞാൻ പാട്ടുപാടും. ഇന്നലകളിൽ നടത്തിയ തമ്പുരാന് കരമടിച്ചു സ്തോത്രം ചെയ്യും. ആമേൻ. ഇന്നത്തെ വിഷയം ഞാൻ മറക്കുന്നു. ഇന്നലകളിൽ നടത്തിയ ദൈവത്തിന് ഞാൻ ആരാധന അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് പറയാമോ? അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത എനിക്കേകിയോ സ്തുതി. യാചിക്കാത്ത, കരമുയർത്തി പറ, സ്തുതി. നന്ദിയോടെ സ്തുതി പാടിയിടും എൻ്റെ ഹൃദയം തുറന്ന് നന്ദി പറ. എനിക്കാ നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കാ നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി അങ്ങിൽ
ശ്വസിക്കുന്നു ഞാൻ. ശക്തിയോടെ പറ, സത്യദൈവത്തിൽ അപ്പാ ഞാൻ വരും കാലം ഒക്കെയും നിൻ കൃപാ വരങ്ങൾ ചോരിയ എന്നിൽ വരും നന്ദിയോടെ സ്തുതി പാടി എൻ്റെ എല്ലാ നന്മകൾക്കും നന്ദിയപ്പ, എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയപ്പ, തന്ന കുടുംബ ജീവിതത്തിന് നന്ദിയപ്പ, തന്ന കുഞ്ഞുങ്ങൾക്ക് നന്ദിയപ്പ, തന്ന സഭയ്ക്ക് നന്ദിയപ്പ, തന്ന ആത്മാക്കൾക്ക് നന്ദിയപ്പ, തന്ന ജീവന് നന്ദിയപ്പ. എന്നിങ്ങനെ ഞാൻ ഇനിയും അവൻ എന്ത് ചെയ്യും? സ്തുതിക്കും. എന്നിങ്ങനെ ഞാൻ ഇനി അവന് സ്തോത്രം ചെയ്യും. എന്ത് സിമ്പിൾ മെസ്സേജ് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലല്ലേ ഞാൻ പറയുന്നേ. ഇതിനകത്ത് കട്ടിയൊന്നുമില്ലല്ലോ. മോനെ 42-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിക്കാമോ? യഹോവ പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിക്കും, രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. അതിനകത്ത് ഈ പകലും രാത്രി എല്ലാം ഉണ്ട്. യഹോവ പകൽ നേരത്ത് തന്റെ ദയ ചെയ്യും, കൽപ്പിക്കും. പകൽ മുഴുവൻ നടത്തും ദൈവം. ദയ തന്ന് നടത്തും, കരുണയോടെ നടത്തും. ആ ദൈവത്തിന് ഞാൻ എന്ത് ചെയ്യും? രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. നമുക്ക് പാടാൻ പറ്റുന്നുണ്ടോ? നമ്മൾ പാടുന്നുണ്ടോ? നടത്തിയ വിധം ഓർക്കുന്നുണ്ടോ? സ്തോത്രം. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ ഒരാള് ഒരു സഹായത്തിന് വേണ്ടി വന്നു. ഞങ്ങളൊന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു വന്നു. നമ്മുടെ കയറ്റിയിരുത്തി വെള്ളമൊക്കെ കൊടുത്തു. ചെയ്യാൻ കഴിയുന്ന ഒരു കൊച്ചു സഹായം ഞാനും ചെയ്തു. പുള്ളി എന്നോട് പറഞ്ഞു, പക്ഷേ പ്രാർത്ഥിക്കണേ എൻ്റെ മോന് വേണ്ടി. ഒരു മാസം 5 ലക്ഷം രൂപ വേണം, 6 കോടിയോ 7 കോടി രൂപ വേണം ആ കുഞ്ഞിൻ്റെ രോഗത്തിന് വേണ്ടി ചികിത്സിക്കാൻ. ഒരു മാസം 5 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ ആ കുഞ്ഞ് ജീവനോടിരിക്കൂ. വീടാന്തരം വീട്, നല്ല ജോലിയുള്ളൊരു മനുഷ്യനാ. അതൊക്കെ കളഞ്ഞ് നട്ടുച്ചയ്ക്ക് പൊള്ളുന്ന വെയിലത്ത്, ദൈവദാസന്മാരെ, നട്ടുച്ചയ്ക്ക് പൊള്ളുന്ന വെയിലത്ത് ഇത്രയും കെട്ട് ചീട്ടും ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റും കൊണ്ട് വീട് കയറി ഇറങ്ങിയ ഒരു മാന്യനായ മനുഷ്യൻ. ഒരു നാണവുമില്ല ദൈവമക്കളെ. തന്റെ കുഞ്ഞിന്റെ വിടുതലാണെന്ന് എനിക്ക് ആവശ്യം. നീ ഒരു വീടും കയറിയില്ലല്ലോ, നിന്നെ ഒരു വീടും കയറാൻ ദൈവം അഴച്ചില്ലല്ലോ. കുഞ്ഞിന് അവൻ ഫുൾ A+ കിട്ടാത്തത് കൊണ്ടല്ലേ നീ കണ്ണുനീരൊഴുക്കുന്നേ? ആ കുഞ്ഞിനിന്നും ഫുൾ മാർക്ക് കിട്ടാത്തതിനല്ലേ നീ കരയുന്നേ? അതൊക്കെ വിടു ദൈവമക്കളെ. നടത്തിയില്ലേ, കൂടെ കൊണ്ടുവന്നില്ലേ, കാമൻ നടത്തി കൊണ്ടുവന്നില്ലേ, മാനിച്ചില്ലേ? ദൈവത്തിന് നന്ദി പറ ദൈവമക്കളെ. ഇതിന് നന്ദി പറയും. 13-ാമത്തെ ദിവസം അതിന് നന്ദി പറ. കിട്ടാത്തതിനെ കുറിച്ചുള്ള വേകുലാതി എല്ലാം നിർത്ത്. കാമൻ ലഭിക്കാത്തതിനെ കുറിച്ചുള്ള പരാതി എല്ലാം ഇന്ന് രാത്രി വിട്ടുകള. എന്നിട്ട് തന്നതിന് നന്ദി പറ, തന്നതിന് നന്ദി പറ. യഹോവ പകൽ നേരത്ത് തന്റെ ദയ, രാത്രി സമയത്ത് ഞാൻ അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പാട്ടുപാടിക്കൊണ്ടിരിക്കും. അവൻ ദൈവമക്കളെ, ഈ രാത്രി നമ്മൾ അറിയണം കേട്ടോ. എന്താണ് ഈ രാത്രി എന്നറിയണം. നമ്മൾ വിചാരിക്കുന്നത് ഈ രാത്രി എന്ന് പറയുന്നത് നേരം 6 മണി തുടങ്ങിയാൽ നേരം വെളുക്കുന്ന 6 മണി വരെ മുഴുവൻ എന്താ രാത്രി എന്നാ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നേ അല്ലേ? അയ്യോ, ഇരുട്ടായി,
ഇനി നേരം വെളുക്കുന്നവരെ രാത്രിയാ എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ആ ചിന്ത മാറ്റാൻ ഒറ്റ കാര്യം പറയാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ രാത്രിയല്ല. രാത്രികളെ ദൈവം യാമമാക്കി തിരിച്ചിരിക്കുക, 4 യാമമാക്കി തിരിച്ചിരിക്കുക. നിങ്ങൾ പറയുന്ന രാത്രി ഉണ്ടല്ലോ, ആ വേദനയുടെ രാത്രി, അത് 2-ാം യാമത്തിലായിരുന്നു. നിങ്ങൾ പറയുന്ന ആർക്കും രക്ഷിക്കാൻ കഴിയാതിരുന്ന രാത്രിയിലെ അത് 3-ാം യാമത്തിലായിരുന്നു. നിങ്ങൾ അതൊക്കെ കഴിഞ്ഞു. തമ്പുരാൻ നിന്റെ അടുക്കൽ വരുന്ന 4-ാം യാമത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ യാമം മാറിയെന്ന്, ആ ഇരുട്ടിന്റെ രാത്രിയുടെ യാമം മാറി. നീ പറയുന്ന രാത്രി തീരാത്ത രാത്രിയാണെങ്കിൽ ആ രാത്രിയെ ദൈവയാമങ്ങൾ കൊണ്ട് ദൈവം ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എന്തിന്? ഒരു 4-ാം യാമമുണ്ടെങ്കിൽ ആർക്കും വരാൻ പറ്റാത്തൊരു സമയം നിന്നെ തേടി വരുന്ന, നിന്നെ കാണാൻ ഇറങ്ങി വരുന്ന, അവൻ നിന്റെ വേദന മാറ്റാൻ, നിന്റെ പ്രയാസം മാറ്റാൻ, നിന്റെ വിഷയത്തിൽ ഇടപെടാൻ 4-ാം യാമത്തിൽ ഇറങ്ങി വരുന്ന ഒരു യേശുവിനെയാണ്. ദൈവത്തിന് സ്വതന്ത്രം പറഞ്ഞേ. എൻ്റെ അകത്തെ ഒരു സന്തോഷമായിട്ടൊരു കാര്യം ദൈവം എന്നെ ഓർപ്പിക്കുന്നു. അത് കേൾക്കാൻ സന്തോഷമുണ്ട്. രാമൻ പറ. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എടാ പത്രോസേ, എൻ്റെ പത്രോസേ, നീ രാത്രി ആ നടുക്കടലിൽ കിടന്ന്, ഈ രാത്രി എൻ്റെ കഷ്ടതയുടെ രാത്രിയാ, ഈ രാത്രി എൻ്റെ കണ്ണുനീരിൻ്റെ രാത്രിയാ, ഈ രാത്രി എൻ്റെ വേദനയുടെ രാത്രിയാ എന്ന് പറഞ്ഞ് നീ ആ സമുദ്രത്തിൽ ആമൻ ആടി ഉലയുമ്പോൾ നീ ഒരു കാര്യം അറിയുന്നില്ല. എന്നാന്നറിയാമോ? ഈ രാത്രി മുഴുവൻ നീ തീരെ കണ്ണീരിലാകുമ്പോൾ നിന്നെ കാത്ത് തീരത്ത് കനലിൽ ചുട്ടടയും മീനും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അരുമനാഥം നിനക്കുണ്ട്. ഈ രാത്രിയുടെ വേദന നിന്നെ മറക്കുമാറാക്കാൻ, ഈ രാത്രിയിലെ ഭാരം നീ മറക്കുമാറാക്കാൻ, ഈ രാത്രിയിലെ കണ്ണുനീര് ദൈവം മറക്കുമാറാക്കാൻ, ഇതാ തീരത്ത് 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 നിനക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കി കാത്തിരിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്ര. ഒരു ഹല്ലേലൂയ പറഞ്ഞ മക്കളെ, ഞാൻ ഒരു പ്രവചന ദൂത് പറയുന്നു. ആമേനുള്ള വിശ്വാസമുള്ളവർ ഏറ്റെടുക്കണ. രാത്രിയെ ദൈവം യാമമാക്കിയത് എന്തിനാണെന്നറിയാമോ? കുഞ്ഞെ, നിനക്കെതിരെ വരുന്ന ആ രാത്രിയിലെ വേദനയെ ദൈവം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനൊരു അറുതി കൽപ്പിച്ചിട്ടുണ്ട്. നീ ചിന്തിക്കുന്ന പോലെ അത് മാറാത്ത വേദനയല്ല, അത് പോകാത്ത വേദനയല്ല. ആ വേദന മാറുമെന്നേ, ആ വേദന തീരുമെന്നേ. ഹല്ലേലൂയ. നിങ്ങളങ്ങ് വിശ്വസിക്കുന്നേ. ആമേൻ ആമേൻ. ഈ സമയത്തുണ്ടല്ലോ, ഈ രാത്രി മുഴുവൻ ഇങ്ങനെ അധ്വാനിച്ച് പത്രോസ് തളർന്ന അവശനായി ആമേൻ തീരത്തോട്ട് വന്നപ്പോ എന്ത് രസമാ കാഴ്ച. തീരത്തോട്ട് വന്നപ്പോ അതിനെന്താ പറയുന്നത്? അൽഫാം എന്നാ പറയാ? ഈ കന്നച്ചൂട്ടൻ എന്നാ പറയുന്നത്? അൽഫാം. ചിക്കൻ ഒന്നുമല്ല, നല്ല മീൻ. രാത്രി മുഴുവൻ അധ്വാനിച്ച് ഉറക്കം നിന്ന് കഷ്ടപ്പെട്ട് ഒന്നും കിട്ടാതെ വരുന്ന ഇവർക്ക് ഇതാ നോക്കിക്കേ, കർത്താവ് എന്ത് വെച്ചിരിക്കുന്നു? അൽഫാം. അത് ഫിഷാ, ഗ്രിൽ ഫിഷ് അല്ലേ? ഗ്രിൽ ഫിഷ്, നല്ല ഫിഷ്, നല്ല പെടപെടപ്പൻ ഫിഷും പിന്നെ കനച്ചുട്ട അപ്പോ. എനിക്ക് അതിനേക്കാൾ ഇഷ്ടം എന്താണെന്നറിയോ? ഞാൻ ആ വാക്യം വായിക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണിങ്ങനെ നനയും. കുഞ്ഞുങ്ങളെ, വന്ന് പ്രാതൽ കഴിപ്പി, വന്ന് കഴിക്കാൻ. നീ പറഞ്ഞില്ലേ രാത്രി എന്റെ ജീവിതത്തിന് ഒടുക്കത്തെ രാത്രിയാ, തീരാത്ത രാത്രിയാ, കണ്ണുനീരിന്റെ രാത്രിയാ. ഇല്ല കുഞ്ഞെ, നീ ആ രാത്രിയിൽ മല്ലിടുമ്പോൾ നീ പോലും അറിയാതെ തീരത്ത് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച ചിലതുണ്ട്. എന്തിനു ഭാരപ്പെടുന്നു? അങ്ങേ നടുക്കടലിൽ നീ അനുഭവിച്ച ഇരുട്ടിന്റെ വേദന, നീ ഇരുട്ടിന്റെ ഭാരം അനുഭവിച്ചെങ്കിൽ ഇതാ കരയിൽ നിനക്ക് വേണ്ടി വഴി തുറന്ന് ഒരുക്കി വെച്ചിട്ടുള്ള അരുമനാഥന്റെ കരത്തിന്റെ വല്ലഭത്വം ഇന്ന് നീ അനുഭവിക്കണം. ഒരു നടുക്കടൽ കൊണ്ട് തീരുന്നതല്ല നിന്റെ ജീവിതം. ആമേൻ.
സന്തോഷത്തോടെ അടുത്തിരിക്കുന്ന ആളോട് പറ, ഒരു നടുക്കടൽ കൊണ്ടും നിന്റെ ജീവിതം തീരില്ല. നിന്നെ കാത്തിരിക്കുന്ന അരുമനാഥൻ തീരത്തുള്ളിടത്തോളം നിന്റെ ജീവിതം നടുക്കടൽ അവസാനിക്കത്തില്ല. ഇത് ദൂത ബ്രദർ റോബിനെ, ഇത് ദൂത. നിന്റെ ജീവിതം നടുക്കടൽ അവസാനിക്കത്തില്ല. നിന്നെ കാത്തിരിക്കുന്ന ഒരു അരുമനാഥൻ, നിന്നെ കാത്തിരിക്കുന്ന ഒരു അരുമനാഥൻ തീരത്തുള്ളിടത്തോളം നീയും നിന്റെ കുടുംബവും നടുക്കടലിൽ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ ആ ഇല്ലായ്മകൾ, ആ പോരായ്മകൾ, അവൻ ഇന്നലകളിൽ ഉണ്ടായ നിന്റെ ജീവിതത്തിലെ വേദനകൾ അവൻ പൊതുവെ എടുത്തു മാറ്റാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചില പുതിയ തീരങ്ങൾ, പുതിയ ചില അനുഭവങ്ങൾ നിനക്ക് നൽകി തരാൻ കാത്തിരിക്കുന്ന ഒരു അരുമനാഥൻ ഇതാ തീരത്തുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർച്ച ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ. എല്ലാറ്റിനും ദൈവം കാലവും സമയവും വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വേദനയ്ക്കൊരു സമയം വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാരങ്ങൾക്കൊരു സമയമുണ്ട് ദൈവമക്കളെ. ഒരു ഹല്ലേലൂയ എന്ന് പറ. എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്നേ. അതല്ലേ ജ്ഞാനികളെ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു, ആകാശത്തിന്റെ കീഴിൽ അല്ലേ, ഞാനൊരു സൂര്യന്റെ കീഴിൽ ഞാനൊരു കാര്യം കണ്ടു. ആമൻ. സകലതും മായ. എല്ലാറ്റിനും ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. കല്ല് പെറുക്കാനൊരു സമയം, കല്ല് പെറുക്കി കൂട്ടാനൊരു സമയം, വിതക്കാനൊരു സമയം, കൊയ്യാനൊരു സമയം, കരയാനൊരു സമയം, ചിരിക്കാനൊരു സമയം, രാത്രിക്കൊരു സമയം, നേരം പുലർക്കാനൊരു സമയം. ഒന്ന് പറഞ്ഞേ, ഒരു മഴയും തോരാതി മടങ്ങാതിരുന്നു, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നു. അപ്പൊ ഒരു ഏതെങ്കിലും ഒരു മഴ ഒരു മാസം നിന്നതുണ്ടോ? ഒരു വർഷം നിന്നതുണ്ടോ? മഴ തോറ്റുപോയി, നമ്മൾ ഇന്നും നിൽക്കുക. എത്ര കാറ്റ് തീരത്തടിച്ചു. ഈ കാറ്റെല്ലാം വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണോ? കാറ്റ് വന്ന് കാറ്റിന്റെ വഴിക്ക് പോയി, നമ്മൾ ഇന്നിവിടെ നിൽക്കുക. ഇതൊന്നും നിന്നെ തൊടത്തില്ല. 13ാമത്തെ യേശുവിന്റെ അരുളപ്പാടാ, പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാടാ. ഈ കാറ്റൊന്നും നിന്നെ കൊണ്ടുപോകത്തില്ല. ഓ, ഇന്ന് പകൽ നീ തിരിച്ചറിയണം, രാത്രി സമയത്ത് ഞാൻ അവനെ പാട്ടുപാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥന കഴിക്കും. ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥന കഴിക്കണം. യഹോവ പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിക്കും, രാത്രി സമയത്ത് എന്ത് ചെയ്യും? സഹോദരൻ പറഞ്ഞേ, രാത്രി സമയത്ത് നമ്മൾ പാടണം ദൈവമക്കളെ. നമ്മള് പാട്ട് പഠിച്ചിട്ട് ആരും പാടാൻ നിൽക്കരുത്, അറിയാവുന്ന പോലെയൊക്കെ പാടിയേ. ഈ പെന്തക്കോസ്തുകാരുടെ ഏറ്റവും വലിയ വിഷയം എന്താണെന്നറിയോ? നമ്മളങ്ങ് പാടുകയല്ലേ. ഹല്ലേലൂയ. പണ്ട് നമ്മളൊക്കെ ആയിരുന്ന ചർച്ചിനകത്ത് പാട്ട് കുർബാന എന്ന് പറഞ്ഞുണ്ടായിരുന്നു. എന്ത് കുർബാന? 501 രൂപ കൊടുക്കണം. മറന്നുപോയോ? എന്റെ അപ്പൂപ്പന്റെ ആണ്ടിന് പാട്ട് കുർബാനയാ വെച്ചത്. അന്ന് 501 രൂപ കൊടുത്തു. ഇപ്പൊ അത് കൂടി, ഇപ്പൊ 5000 ഒക്കെ. ഞങ്ങൾ എന്തോരം പാട്ടാ പാടുന്നത്, 5 പൈസ ആരും തരുന്നില്ല. ഇത് പാട്ടും കുർബാനയും എല്ലാം കൂടി ഒറ്റക്കാ നമ്മൾ ചെയ്യുന്നത്. പാട്ടും പാടുന്നു, കുർബാനയും നടത്തുന്നു, എല്ലാം കൂടി അല്ലേ രാജീവ്? പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്നറിയോ?
അപ്പൻ്റെ ആണ്ടിന് വേണ്ടി നമ്മുടെ ഇടവകയിൽ 2 ചേച്ചിമാരും അച്ഛനും കൂടിയാ പാടിയ. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് അച്ഛനും പിള്ളേരും എല്ലാം പാടും, നമ്മളെല്ലാവരും പാടിയ, നമ്മളെല്ലാവരും. കാരണം എനിക്ക് വേണ്ടി മാത്രമല്ല അവൻ നന്മ ചെയ്തത്, നമുക്ക് എല്ലാവർക്കും. പിന്നെ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ഈ രാത്രിയിലെ വേദന മാറും, രാത്രിയിലെ വേദന മാറും. ഒരു വാക്യമുണ്ട്, ആർക്കെങ്കിലും എടുത്തു തന്നാൽ ഞാൻ അവർക്ക് 1000 രൂപ തരും. സ്തോത്രം. അവന്റെ പ്രഭാതം ഉദയം പോലെ വരും എന്നൊരു വാക്യമുണ്ട്. 10 വരെ ഞാൻ എണ്ണും, സമയം കഴിഞ്ഞു. ഹോശയ 6:3 കാണും. അപ്പോ ആ പൈസ നിങ്ങൾ എനിക്ക് തരണം. ഹോശയ 6:3 ഒന്ന് വായിച്ചേ. നാം അറിഞ്ഞുകൊള്ളുക എന്നൊരു വാക്യമാണ്. കിട്ടിയോ? നാം അറിഞ്ഞുകൊള്ളുക. അതെ, പിള്ളേരിട്ടു. വായിച്ച മോനെ. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. യഹോവയെ അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനെ അറിയാൻ വേണ്ടി നമുക്കൊരു ഉത്സാഹം വേണം. അടുത്തത്, അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനക്കുന്നു, പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ അവൻ വരും. എന്ത് നല്ല വാക്യമാ! കുറിച്ചു വെച്ചോ. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്ക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ, ആമൻ, പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. ദൈവ പൈതലേ, അവൻ ഉദയം പോലെ ഇന്ന് വെളിപ്പെടാൻ പോകുക. നിന്റെ രാത്രി മാറാൻ പോകുക. നിന്റെ രാത്രിയിലെ കഷ്ടത മാറാൻ പോകുക. നിന്റെ രാത്രിയിലെ വേദന മാറാൻ പോകുക. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ ഉത്സാഹിക്ക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനക്കുന്ന പിന്മഴ പോലെ അവൻ ഇന്ന് പകൽ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. നമുക്ക് ഒന്ന് കൺക്ലൂഷനിലോട്ട് വരാം, അവസാന ദൂതിലോട്ട് വരാം. ദൈവം ഇരുട്ട് മാറ്റും. അതിന് ഈ ആമേൻ പോരല്ലോ. ദൈവം നമ്മുടെ ജീവിതത്തിലെ ഇരുട്ട് ദൈവം മാറ്റും. ഉറക്കവര് ഹല്ലേലൂയ പറ. ദൈവം ഇരുട്ട് മാറ്റും. എന്തുകൊണ്ട് മാറ്റും എന്ന് ചോദിച്ചാൽ ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് തരാം. എന്തുകൊണ്ട് ദൈവം ഇരുട്ട് മാറ്റും? ആമേൻ. ഒരു വാക്യം വായിച്ചാൽ മതി. സങ്കീർത്തനം 104:20 വാക്യം. എന്തുകൊണ്ട് ദൈവം ഇരുട്ട് മാറ്റുന്നു? വായിച്ചേ, വായിച്ചോ. നീ എന്ത് വരുത്തുന്നു? ദൈവത്തിന് ഇരുട്ട് വരുത്താനും വെളിച്ചം വരുത്താനും അറിയാം. ദൈവത്തിന് ഇരുട്ട് വരുത്താനും ആ ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരാനും ദൈവത്തിന് അറിയാം. ദൈവം ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഇരുട്ട് വരുത്തിയാൽ ഒരു ഉപദേശി പ്രാർത്ഥിച്ചാലും ഇരുട്ട് മാറില്ല. എന്നാൽ ശത്രു കൊണ്ടുവന്ന ഇരുട്ട് നിഷ്പ്രയാസം മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഒരാമൻ പറഞ്ഞേ. ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കാര്യം, ദൈവം ഇരുട്ട് വരുത്തുന്നു. നീ ഇരുട്ട് വരുത്തുന്നു. ഇരുട്ട് വരുമ്പോൾ രാത്രി ഉണ്ടാകുന്നു. അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ദൈവമാണ് ഇരുട്ട് കൊണ്ടുവരുന്നത്. ഇരുട്ട് കൊണ്ടുവരുന്ന ദൈവത്തിന് ഇരുട്ട് മാറ്റാനും കഴിയും. ഒരിക്കൽ ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു. ഇയ്യോബിന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. ഞാൻ നന്മയ്ക്ക് നോക്കിയിരുന്നപ്പോൾ തിന്മ വന്നു, വെളിച്ചത്തിനായി കാത്തിരുന്നപ്പോൾ ഇരുട്ട് വന്നു. ഇന്ന് പകൽ ശ്രദ്ധിക്കണേ. ഇയ്യോബ് പറയാണ്, ഞാൻ നന്മയ്ക്ക് വേണ്ടി കാത്തിരുന്നു, പക്ഷെ തിന്മയാ വന്നത്. ഞാൻ വെളിച്ചത്തിന് വേണ്ടി കാത്തിരുന്നു, ഇരുട്ടാണ് വന്നത്. എന്നാൽ ഒടുവിൽ 38-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ആമൻ, ചുഴലിക്കാറ്റിൽ വെളിച്ചമായവൻ ഇറങ്ങി വന്നപ്പോൾ എന്റെ ഇരുട്ട് മാറി. അവൻ നഷ്ടപ്പെട്ടതിന്റെ 100 മടങ്ങ് ഇരുട്ട് കൊണ്ടുപോയത് വെളിച്ചമായവൻ എനിക്ക് മടക്കി തന്നു. ഇന്ന് പകൽ ആത്മാവിൽ പറയുന്നു, ഇരുട്ട് കൊണ്ടുവരുന്ന ശക്തിയെ മാറ്റി നിനക്കൊരു വെളിച്ചം തരാൻ, ഇരുട്ട് കൊണ്ടുപോയതിന്റെ ഇരട്ടി വെളിച്ചത്തിൽ മടക്കി തരാൻ ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, 2 പേർ ആത്മാവിൽ ആരാധിച്ചപ്പോൾ കാരാഗൃഹത്തിനകത്ത് ഇരുട്ട് വന്നു. ഇരുട്ട് വന്ന് അവൻ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞവർ ശിഷ്യന്മാരോട് ചോദിച്ചു, വെളിച്ചം ചോദിച്ചു. ഇന്നലെ കേട്ടില്ലേ? ഇരുട്ടിന്റെ നടുവിൽ വെളിച്ചം ചോദിച്ചവർ പുറത്തു വന്നു. ഇരുട്ട് വരുത്താനും വെളിച്ചം തരാനും കഴിയാം. കാരണം നമ്മുടെ ദൈവം വെളിച്ചമാണ്. ഒരു സ്തോത്രം പറ, ഒരു ഹല്ലേലൂയ പറ. ഈ ചർച്ച്
നമ്മളിവിടെ ഈ സ്ഥലം മേടിച്ച് ഇവിടെ ചർച്ച് പണിത് കഴിഞ്ഞപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ എന്നെ തേടി ഇവിടെ വന്നു. പാസ്റ്റർ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നിട്ട് എന്നുമായിട്ട് പരിചയപ്പെട്ടിട്ട് പുള്ളി എന്നോട് ആദ്യം ചോദിച്ചത്, പാസ്റ്റർ ഇവിടെ ഒരു ആട്ടുകല്ലുണ്ടായിരുന്നല്ലോ, ഒരു ആട്ടുകല്ല്. ശരിയാ, നമ്മൾ ആട്ടുകല്ലെടുത്ത് ആ മൂലക്കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പണ്ട് ഈ ചർച്ച് സ്ഥലം മേടിച്ചപ്പോൾ ഇതിൻ്റെ മൂലക്കൊരു ആട്ടുകല്ലുണ്ടായി. ആട്ടുകല്ലെടുത്ത് നമ്മൾ ഈ ചർച്ച പണിതെടുത്ത് മൂലക്കിട്ടു. പുള്ളി പറഞ്ഞു, അത് എൻ്റെ അമ്മുമ്മ ഈ അരി പൊടിച്ചോണ്ടിരുന്ന ആട്ടുകല്ല, അതെനിക്ക് വേണം, ഞാൻ കൊണ്ടുപോയിക്കോ. പോകാൻ നേരത്ത് പുള്ളി എന്നോട് പറഞ്ഞു, ഇവിടുന്ന് പോകുമ്പോൾ ഇത് മാത്രമേ അവശേഷിച്ചുള്ളൂ, അത്രയും മുടിഞ്ഞാ ഞങ്ങൾ പോയത്. മുടിയെന്ന് വെച്ചാൽ അതിന്റെ നമ്മൾ പറയില്ലേ, അതിന്റെ അങ്ങേ അറ്റം കണ്ടാ ഇവിടുന്ന് പോയേ. പോകാൻ നേരത്തെ എനിക്കൊരു നല്ലൊരു ഉപദേശം കൂടി തന്നിട്ട് പോയി. പാസ്റ്റർ സ്നേഹം കൊണ്ട് പറയുക, ഇവിടെ ഒന്നും വാഴില്ല, അവിടെയാ നമ്മൾ വാണത്. പച്ച പിടിച്ചത് ഇവിടെ വന്നിട്ടാ, മനസ്സിലായില്ലല്ലേ? പലരെയും വാഴിക്കാതിരുന്ന ഇരുളിന്റെ വ്യാപാരങ്ങൾ നിന്റെ കൂടാരത്തിനകത്തുനിന്ന് ഇന്ന് പക ദൈവം ഇറക്കിവിടും. പലതിനെയും വാഴിക്കാൻ അനുവദിക്കാതിരുന്ന അന്ധകാര വ്യാപാരങ്ങൾ ഇന്ന് പക എന്റെ ദൈവം എടുത്തു മാറ്റാൻ പോകുകയാ. പലതിനെ കുടുംബത്തിൽ വാഴാൻ അനുവദിക്കാതെ, പലതിനെ കുടുംബത്തിനകത്ത് വാഴാൻ അനുവദിക്കാതെ വ്യാപരിച്ച ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് മകൾ യേശുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ അത് പൊട്ടിമാറട്ടെ. ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ചില കുടുംബത്തിനകത്ത് ചിലത് വാഴാൻ പിശാച് അനുവദിക്കത്തില്ല, ചില ദേശത്ത് ചിലത് വാഴാൻ പിശാച് അനുവദിക്കത്തില്ല. പക്ഷെ ദൈവം പറയുന്നു, അതിനെ ഇന്ന് പകൽ ദൈവം എടുക്കുക. ആമേൻ. ഇനി നിങ്ങൾ വായിക്കണ്ട കേട്ടോ, ഇനി വായിക്കണ്ട, ഞാനങ്ങ് വായിച്ചങ്ങ് പ്രസംഗിച്ചേക്കാം. കാരണം ഇനി പുസ്തകം തുറക്കണ്ട, അടച്ചങ്ങ് വെച്ചോ. ഇനി ഞാനങ്ങ് പറഞ്ഞിട്ട് സ്തോത്രം, സ്തോത്രം അത്രയും സമയം കൂടി എനിക്ക് കിട്ടാൻ ഞാൻ വചനം എൻ്റെ അകത്ത് കയറ്റിക്കൊണ്ടാ വന്നേക്കണം. അപ്പൊ വായിച്ച് സമയം കളയാതിരിക്കാൻ അത് ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനങ്ങ് പറയുക, യെശയ്യാ 50:3-4, ഞാൻ ആകാശത്തെ ഇരുട്ട് ഉടിപ്പിക്കുകയും രട്ട് പുതപ്പിക്കുകയും ചെയ്യുന്നു. നാം സേവിക്കുന്ന ദൈവം ആരാന്നറിയോ? ആകാശത്തെ മുഴുവൻ ഇരുട്ടുടിപ്പിക്കുന്ന ദൈവമാ. ഒരാമേൻ പറ ദൈവ പൈതലേ. ഇന്ന് പകൽ ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാൻ പോകുക. ഇനി ഒരു കാരണവശാലും ഇതിനകത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ പോലും ഇരുട്ടിനെ ഭയപ്പെടരുത്, ഇരുട്ടിനെ പേടിപ്പിക്കരുത്. ഞാൻ ആകാശത്തെ ഇരുട്ടുടിപ്പിക്കുകയും രട്ട് പുതപ്പിക്കുകയും ചെയ്യുന്നു. നോക്ക്, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്കാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവിനെ തരുന്നു. ആ ഇരുട്ടിനെ മാറ്റാൻ നിന്റെ നാവിനെ ദൈവം തൊടാൻ പോകുക. ആ ഇരുട്ടിന്റെ ശക്തിയെ മാറ്റാൻ നിന്റെ യാത്രത്തെ ദൈവം തൊടാൻ പോകുക. ശിഷ്യന്മാരുടെ നാവിനെ ദൈവം നിനക്ക് തരാൻ പോകുക. ഞാനല്ല ശാസിക്കുന്നത്, നിന്റെ നാവ് കൊണ്ട് ആ ഇരുട്ടിന്റെ ശക്തിയെ നീ വെല്ലുവിളിക്കാൻ പോകുക. ഓ, ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയുന്നു, നിന്റെ നാവ് അധികാരത്തിന്റെ നാവായി മാറുന്നു, ശിഷ്യന്മാരുടെ നാവായി മാറുന്നു. ഇരുട്ടിനെ ശാസിക്കാൻ, ഇരുട്ടിനെ പുറത്താക്കാൻ. ഓ, ഇന്ന് പകൽ ഏറ്റെട്.
ദൈവ പൈതലേ, ആ ഇരുട്ടിനെ മാറ്റാൻ ഇനി ഒരാൾ വരണമെന്നില്ല. ആ ഇരുട്ടിനെ മാറ്റാൻ നിന്റെ നാവിനെ ശിഷ്യന്മാരുടെ നാവാക്കാൻ പോകുക. ഞാൻ ഇന്ന് പ്രവചിച്ചു പറയുന്നു, ഇന്ന് ഈ ആലയത്തിനകത്തും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ ഒരു അതോറിറ്റി ദൈവം കൈമാറാൻ പോകുക. ഒരധികാരത്തിന്റെ ഇമ്പാർട്ടേഷൻ, ഒരധികാരത്തിന്റെ കൈമാറ്റം ദൈവം 13-ാമത്തെ ദിവസം ദൈവം നിനക്ക് തരും. ചിലതിനെ നീ ശാസിക്കും, ചിലതിനെ നീ പുറത്താക്കും. യെസ് യെസ് യെസ്, ദൈവാത്മാവ് ഞാൻ പറയുന്നു, ഇനി ഞങ്ങളല്ല ശാസിക്കുന്നത്. ആമേൻ. ഒരാളല്ല ശാസിക്കുന്നത്. നിനക്കെതിരെ വരുന്ന ഇരുട്ടിന്റെ ശക്തിയെ, നിനക്കെതിരെ വരുന്ന അന്ധകാര വ്യാപാരത്തെ, നിനക്കെതിരെ വരുന്ന ഇരുട്ടിന്റെ ദുർവ്യാപാരങ്ങളെ അവൻ ശാസിപ്പാൻ ശിഷ്യന്മാരുടെ നാവിനെ ദൈവം നിനക്ക് തരുന്നു. ആമേൻ. സ്തോത്രം. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ നിർത്താൻ പോകുക കേട്ടോ. ഇരുട്ടിനെ മാറ്റാൻ ഇനി ഒരാളെ കൂലിക്ക് വിളിക്കണ്ട. ഇരുട്ടിനെ മാറ്റാൻ നിന്റെ നാവിനെ ദൈവം പൊന്നാക്കി മാറ്റും. നിന്റെ നാവിനെ ദൈവം പൊന്നാക്കി മാറ്റും. ഞാൻ ഒന്ന് പ്രവചനാത്മവി പറയട്ടെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി, അല്ലെ? ആദ്യ ദൈവം ആകാശവും ഭൂമി പാഴും ശൂന്യമായിരുന്നു. അടുത്ത വാക്യം ചേർന്ന് പറ, വെളിച്ചം ഉണ്ടാകട്ടെ എന്നവൻ കൽപ്പിച്ചു. ഇന്ന് പകൽ കൽപ്പിക്ക ദൈവ പൈതലേ. ഇരുട്ടുള്ളിടത്ത് നോക്കി പറ, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. വെളിച്ചം ഉണ്ടാവട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ. In the name of Jesus, in the name of Jesus, in the name of Jesus, in the name of Jesus. വെളിച്ചം ഉണ്ടാകട്ടെ. ഈ പട്ടണത്തിൽ വെളിച്ചം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും അകത്തും വെളിച്ചം ഉണ്ടാകട്ടെ. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ അവിടെ കുടുംബം വിട്ട് മാറട്ടെ. ഇരുട്ടിന്റെ വെല്ലുവിളികൾ അവിടെ ഭവനം വിട്ട് മാറട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ അവരെ വിട്ട് മാറട്ടെ. ആമോസിന്റെ പ്രവചനം 5-ാമത്തെ അധ്യായം അവൻ എടുക്ക് വായിക്കണമെന്നില്ല, ഞാൻ വായിച്ചു കൊള്ളാം. ആമോസ് 5:8 കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ചു ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പിൻ, അവന്റെ പേര് യഹോവ എന്നാകുന്നു. എന്തൊരു വാക്യം ആൽബർട്ടങ്ങളെ ഈ വാക്യം. ഇത് വായിച്ച നമ്മുടെ ഉള്ളം കത്തും. കാർത്തികയെയും മകയിരത്തെ നക്ഷത്രങ്ങളുടെ പേരാണ്. നിനക്കതിനെ നക്ഷത്രങ്ങളുടെ പേരിട്ട് ലോകത്തിലെ കണിയാനും ലോകത്തിലെ നക്ഷത്രം നോക്കുന്നവനും നിനക്ക് ഹാനി വരുമെന്നും നിന്റെ തലമുറക്ക് നല്ലതല്ലെന്നും ദോഷം വരുമെന്ന് പറയുന്ന മകയിരത്തെയും ആമ കാർത്തികയെയും സൃഷ്ടിച്ചവൻ എന്റെ തമ്പുരാനാ. ലക്ഷണം പറയുന്നവനും നിനക്കതിനെ നക്ഷത്രം നോക്കി വിധി കൽപ്പിക്കുന്നവനെയും ഇന്ന് മകൻ വെല്ലുവിളിച്ചോണ്ട് പറയുന്നു, ഇതിനെ സൃഷ്ടിച്ചവൻ എന്റെ ദൈവമാ, ഇതിനെ ഉണ്ടാക്കിയത് എന്റെ ദൈവമാ. കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിച്ചവൻ അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തിനെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്തവൻ, അവനെ അന്വേഷിപ്പീൻ, അവന്റെ പേര് പറ. അവനാണ് നമ്മുടെ ദൈവം, അവനാണ് നമ്മുടെ ദൈവം, അവനെയാ നമ്മൾ സേവിക്കുന്നേ. ഇന്ന് പക ദൈവസഭ തിരിച്ചറിയണ, അവൻ ഊതിയാൽ വീഴുന്നൊരു ദൈവമല്ല, കുലുങ്ങിയാൽ വീഴുന്നൊരു ദൈവമല്ല. കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിച്ച് അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റിയ ഒരു ദൈവം, അവന്റെ പേരത്ര യഹോവ. Oh, China, Tala, Tele, Santa Leketela, Ramsi Katoli, Andal Kana Tele, Antal Kana Tili, Resetanaga, Udipini Tikele, Satanatala, Rakatini Tili, Ripini Katana, Ruditi Kaladana, Sitalatana, Ripini Katala, Ramsetele, Rantele Katel, Risitini Tili, Ruda Chanatala, Ratala Katala, Risitili Tili, Rikanatala, what I think Adam Kaimarano, what അധികാരം കൈമാറുന്നു, ഒരധികാരം കൈമാറുന്നു. ഈ 13-ാമത്തെ ദിവസം ഡെലിവറൻസ് ചർച്ചിനകത്ത് ഒരധികാരത്തിന്റെ കൈമാറ്റം ഇന്ന് പകൽ ഉണ്ടാവട്ടെ.
ഈ ദൈവമാര്, ഈ ദൈവമാര്. നമ്മുടെ ദൈവത്തെ പോലെ പാറ ഏതുള്ളൂ? നമ്മുടെ ദൈവത്തെ പോലെ പാറ വേറെ ഏതുള്ളൂ? പ്രാർത്ഥിക്കല്ലേ? പക്ഷെ കേട്ടോ, ഇരുട്ടുണ്ടോ? ഇരുട്ടുണ്ടോ? ഇരുട്ട് അവിടെ നിൽക്കട്ടെ. ആ ഇരുട്ടുള്ളപ്പോൾ തന്നെ ആരെനിക്ക് വേണ്ടി തുറക്കും എന്ന് ചോദിക്കുന്നിടത്ത് നിനക്ക് വേണ്ടി ദൈവം തുറക്കും. ഇരുട്ടവിടെ നിന്നോട്ടെ. ഞാൻ എന്റെ ഭാഷ പറഞ്ഞാൽ അവനവിടെ നിന്നോട്ടെ, അവനും കൂടി കണ്ടോട്ടെ ദൈവം തുറക്കുന്ന വഴി. ബാക്കിയുണ്ടെന്നേ. ആരെനിക്ക് വേണ്ടി, ആരെനിക്ക് വേണ്ടി ഈ കല്ല് പറ മക്കളെ, ആരെനിക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടി മാറ്റും എന്ന ചോദ്യത്തിന് എന്നെ ശ്രദ്ധിക്കണേ, ഞാൻ അലങ്കാരത്തിൽ പറയാ. ആരെനിക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റുമെന്ന ചോദ്യത്തിന് ഇരുട്ടിനെ ദൈവം അവിടെ അറസ്റ്റ് ചെയ്തു. ഇരുട്ടിനെ നിർത്തിയിട്ട് തുറന്നു കാണിച്ചു. ഇരുട്ടിലും തുറക്കാൻ പറ്റുമെന്ന്. മോനെ കൊച്ചെ ഒന്നിട്ട മോനെ, യോഹന്നാൻ 20 ഇവരൊന്ന് കണ്ടോട്ടെ. അല്ല, ഇത് നോക്കിയാൽ മതി. ഈ ആമേൻ, യോഹന്നാൻ 20:1 വേഗം വിട. ഒന്ന് വായിച്ച മോനെ. ആഴ്ചവട്ടത്തിന് 1-ാം നാൾ മദ്ദലക്കാരത്തി മറിയ രാവിലെ എപ്പോഴാ പോയേ? ഇരുട്ടുള്ളപ്പോഴാ പോയേ. ഇരുട്ടുള്ളപ്പോഴാ പോയേ. അടുത്ത വാക്യം. അങ്ങനെയാണെങ്കിൽ റോബിൻസൺ ഭാഷ ഇന്ന് വരെ ഞാൻ പ്രസംഗിക്കാത്തൊരു കാര്യം, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു ചിന്ത ഇന്ന് പകൽ പരിശുദ്ധ പറയുന്നു. ഈ ഇരുട്ട് നിൽക്കുമ്പോ തന്നെ എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നത് ദൈവം കാണിക്കും. ഇരുട്ടവിടെ നിന്നോട്ടെ, ഇരുട്ടിന്റെ ശക്തി അവിടെ നിന്നോട്ടെ, ഇരുട്ടിന്റെ വ്യാപാരം അവിടെ നിന്നോട്ടെ. ആ ഇരുട്ട് കാണത്തക്ക രീതിയിൽ, ആ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ കാണത്തക്ക രീതിയിൽ ദൈവം നിനക്ക് വേണ്ടി ആ കല്ലുരുട്ടി മാറ്റും. ആ കല്ലുരുട്ടി മാറ്റും. മാറത്തില്ലെന്ന് പറഞ്ഞത്, പോകത്തില്ലെന്ന് പറഞ്ഞത്, അത് മാറത്തില്ലെന്ന് പറഞ്ഞത് ഇന്ന് മകൾ വിശ്വസിക്ക്. ആ കല്ലുരുട്ടി മാറ്റുന്നത് ദൈവം നിന്നെ കാണിക്കും. യോഹന്നാൻ 1 യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ വാക്യം. ദൈവം വെളിച്ചമാകുന്നു. എല്ലാരും ഒന്ന് പറ. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ തമ്പുരാൻ എവിടെ വരുന്നു അവിടെ വെളിച്ചമാ, ഇരുട്ട് ഒട്ടുമില്ല. ഇവിടെ സകല ഭൂത കണ്ണാടി വെച്ച് നോക്കിയാലും തമ്പുരാൻ വരുന്നിടത്ത് ഇരുട്ടിന് സ്ഥാനമില്ല ദൈവമക്കളെ. ഇരുട്ട് കാണത്തില്ല ദൈവമക്കളെ. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. നിങ്ങൾ ഒരു കാര്യം വിശ്വസിക്കേ, നിങ്ങൾ ഇന്നലെ അനുഭവിച്ച ആ ഇരുട്ടിന്റെ പുറകിൽ ഒരു വഴി തുറക്കുന്നത് ഇന്ന് നിങ്ങൾ കാണും. ഒരു 5 മിനിറ്റ് കൂടി ഞാൻ എടുക്കും. സ്തോത്രം ചെയ്തോ. ഒരവസാനം ഒരു പൊട്ടാൻ പോകുക വചനത്തിലൂടെ. ഒരു പൊട്ടുന്ന പകൽ പൊട്ടാൻ പോകുക. സ്തോത്രം. ആ ഇരുട്ടിന്റെ അപ്പുറത്ത് ഒരു വഴി തുറക്കുന്നത് നിങ്ങൾ കാണും. ആ ഇരുട്ടിന്റെ അപ്പുറത്ത് നീ കഴിക്കാൻ പോകുന്നത് നീ ഉണ്ടാക്കിയതല്ല, നീ മെനഞ്ഞതല്ല. നീ ഉണ്ടാക്കാത്ത ചിലത് നിനക്ക് വേണ്ടി കഴിക്കാൻ ദൈവം ഒരുക്കി വെക്കും. ഇന്ന് പകൽ അതിവിടെ സ്പ്രെഡ് ആകുന്നു. ആ ദൂത് ഇവിടെ ആമേൻ വെളിപ്പെടുന്നു. ആ ദൂത് ചിലരിൽ ഇന്ന് പകൽ കത്തി പടരുന്നു. മോനെ യോഹന്നാൻ 21:9 വേഗം വിട്ടോ. നിങ്ങൾ ഇത് നോക്കിയാൽ മാത്രം മതി, സമയമില്ലാത്തതുകൊണ്ടാ. 21:9 യോഹന്നാൻ. കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്ന അപ്പവും കണ്ടു. രാത്രിയിലെ വേദന കഴിഞ്ഞ് അവർ തീരത്തെത്തിയപ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കിയത് ചിലത് കണ്ടു. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. എന്റെ ചോദ്യം, ഈ മീനിനെ പാകപ്പെടുത്തിയത് ആരാ? നിങ്ങളാണോ? ശിഷ്യന്മാരാണോ? അല്ല. ഈ മീനിനെ പാകപ്പെടുത്തി അപ്പം ഉണ്ടാക്കിയതാരാ? നിങ്ങളാണോ? നിങ്ങളല്ല. നിങ്ങൾ അനുഭവിച്ച കഷ്ടത കഴിഞ്ഞ് കയറി വന്നപ്പോൾ നിങ്ങൾക്കൊരു അപ്പവും മീനും കരുതിയെങ്കിൽ നിങ്ങൾ കുടിക്കാത്ത കിണറ്റിൽ നിന്ന് നിങ്ങൾ കുടിക്കും. നീ ഉണ്ടാക്കാത്തത് നീ അനുഭവിക്കും.
ഈ ദൂതാന്നേ, നീ ഉണ്ടാക്കാത്ത നീ അനുഭവിക്കും. നീ പണിയാത്ത വീട് ദൈവം നിനക്ക് തരും. നീ കുഴിക്കാത്ത കിണറ്റിൽ നിന്ന് നീ കുടിക്കും. നീ നിറക്കാതെ സകല സമ്പത്തിൽ നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറുകളും, നട്ടുണ്ടാകാത്ത മുന്തിരി തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ, ആമേൻ ആമേൻ. നിങ്ങള് ഇതൊന്ന് കേട്ടോ. ഈ ദൂത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ അകക്കട്ട് കത്തണമെന്ന്. ആമേൻ. നോക്കിക്കേ, അവർ കരക്ക് വന്നപ്പോൾ അവരെന്ത് കണ്ടു? പറ. അവരെന്ത് കണ്ടു? മീനും അപ്പവും കണ്ടു. എന്റെ ചോദ്യം, പത്രോസ് നീ ഉണ്ടാക്കിയതാണോ? അന്ത്രയോസ് നീ ഉണ്ടാക്കിയതാണോ? നാഥനിയേലെ നീ ഉണ്ടാക്കിയതാണോ? ഇവരെല്ലാം ഈ പടകിനകത്തുണ്ട്. അവർ പറഞ്ഞു നോ, ഞങ്ങൾ ആരും ഉണ്ടാക്കിയതല്ല. പിന്നെ ആരുണ്ടാക്കി? ഞങ്ങൾ കഷ്ടത നിന്നും ഇവിടെ കയറിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മുന്നമേ ദൈവം ഒരുക്കി വെച്ചു. ഞാൻ ഇന്ന് സഭയെ നോക്കി, കുടുംബങ്ങളെ നോക്കി, ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ നോക്കി ആവർത്തനം 6:11 പ്രവചിച്ചു പറയുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യം പ്രൊഫറ്റിക്കൽ വേർഡാണ്. വേണമെങ്കിൽ ഏറ്റെടുത്തോ. നീ നിറക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറുകളും, നീ നട്ടുണ്ടാകാത്ത മുന്തിരി തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. നീ നിറക്കാതെ സകല സമ്പത്തും, നീ നിറക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറുകളും, നീ നട്ടുണ്ടാകാത്ത മുന്തിരി തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. നീ നിറക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറും, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരി തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കും. ആ രണ്ട് കരമൊന്ന് ഉയർത്തി ആ വചനം കേട്ട നിങ്ങൾ പറ, ഇത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്വീകരിക്കുന്നു. പറഞ്ഞോ. ആ കരം ഉയർത്തി പിടിച്ചിരിക്കുമ്പോൾ ഞാൻ ആ വാക്യം പറയും, നിങ്ങൾ ആമേൻ പറയണം. നീ നിറക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറുകളും, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ആ ദൂത് സ്വീകരിക്കുന്നു. സദൃശവാക്യം 10:22. സദൃശവാക്യം 10:22. ആ വാക്യം ദൈവസഭ ഒരുമിച്ച് പറയണം. വേഗത്തിലിട്ടോ മോനെ, ഒരുമിച്ച് എല്ലാവരും നോക്കി പറഞ്ഞേ, ഡിസ്പ്ലേ നോക്കി പറഞ്ഞേ. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും എന്ത് ചെയ്യുന്നില്ല. ദൈവം അനുഗ്രഹിച്ചാൽ സമ്പത്ത് വരും. 1000 വർഷം നീ ജോലി ചെയ്ത കിട്ടാത്തത് ദൈവത്തിന് അനുഗ്രഹത്താൽ വരും. ഗ്രാജുവിറ്റിയും പ്രൗഢം പണ്ടും ആമൻ ഒന്നും കിട്ടാത്തതല്ല. ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ യഹോവയുടെ അനുഗ്രഹത്തിൽ യേശുവിന്റെ നാമത്തിൽ ഈ 13ാമത്തെ രാത്രി പകൽ വേളയിൽ ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ, ഉപവസിക്കുന്നവരുടെ മേൽ, പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, കരയുന്നവരുടെ മേൽ, കണ്ണുനീരൊഴുക്കുന്നവരുടെ മേൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകട്ടെ. യഹോവയുടെ നന്മയാൽ അവർക്ക് സമ്പത്തുണ്ടാകട്ടെ. എവിടെയൊക്കെയോ അവിടെ നന്മയെ കെട്ടിയത്, അവിടെ അനുഗ്രഹത്തെ കെട്ടിയത്, അവിടെ നന്മയെ പൂട്ടിവെച്ചത് ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിന്റെ പകൽ പൊട്ടിമാറട്ടെ. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. നീ കുഴിക്കാത്ത കിണറ്റിന്ന് നീ കുടിക്കോ. നീ പണിയാത്ത ഭവനത്തിനകത്ത് നീ പാർക്കും. ദൈവ പൈതലേ, ഇത് നിന്നോടുള്ള ദൂത, ഇത് നിന്നോടുള്ള വചനമാ. നീ അത് വിശ്വസിച്ച് ഇന്ന് പകൽ ആമേൻ പറ. അത് ദൈവം നിനക്ക് തരും. അത് നിന്നോടുള്ള അരുളപ്പാടോ. ഓ എന്റെ ദൈവത്താ ഞാൻ മതിൽ ചാടിക്കിടക്കും. എന്റെ ദൈവത്താ ഞാൻ മതിൽ ചാടിക്കിടക്കും. അവൻ എന്റെ ദീപത്തെ കത്തിക്കും. എന്റെ അന്ധകാരം എന്റെ ദൈവം പ്രകാശമാക്കും. പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഇന്ന് പകൽ ആമേൻ ആമേൻ. മതിൽ പൊളിയാൻ പ്രാർത്ഥിക്കത്തില്ല, മതിൽ മാറാൻ പ്രാർത്ഥിക്കത്തില്ല. മതിൽ ചാടിക്കിടക്കാൻ എന്റെ കാലുകളെ മാൻപേയുടെ കാലുകൾക്ക് തുല്യമാക്കി ദൈവം കിരികളിമേ നിർത്തും.
നിന്റെ കാല് മാൻപയുടെ കാലിന് തുല്യമാക്കാൻ പോകുക. ദൈവ പൈതലേ, ഈ ദൂത് വിശ്വസിക്ക്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ദൈവം പറയുന്നു. നിന്റെ കാലുകള് മാൻപയുടെ കാലുകൾക്ക് തുല്യമാക്കും ദൈവം. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് നന്ദിയപ്പ. ഈ പുസ്തകത്തിൽ പറയുന്ന സകല അനുഗ്രഹങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കുന്നപ്പ. ഹല്ലേലൂയ. യുദ്ധം കഴിഞ്ഞ് അബ്രഹാം മടങ്ങി വന്നപ്പോ വെള്ളിയും പൊന്നും സമ്പത്തും എല്ലാം അബ്രഹാമിന് കിട്ടി, എല്ലാം കിട്ടി. അബിമേലെക്ക് എന്ന് പറഞ്ഞ രാജാവ് പറഞ്ഞു, അബ്രഹാമേ, വെള്ളിയും പൊന്നും എല്ലാം നീ എടുത്തോ, ജനത്തെ എനിക്കിതാ. വിളി കേട്ടിറങ്ങിയവൻ പറഞ്ഞു, സാറേ, എന്നോടൊന്നും തോന്നല്ലേ, നിങ്ങൾ എന്നെ സമ്പന്നനാക്കി എന്ന് പറയാതിരിപ്പാൻ ചെരുപ്പാകട്ടെ, ചെരുപ്പിന്റെ വാറാകട്ടെ എനിക്ക് വേണ്ട. എന്നെ വിളിച്ചവൻ ഓ എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാന്നേ. അവൻ നിന്നെ വഴിയറമ്പിൽ ഇട്ടിട്ട് പോവത്തില്ലെന്നേ. ഈ കൈ ഒരു മനുഷ്യന്റെ മുമ്പിൽ നീട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, പാസ് ഇങ്ങനെയൊന്നും നിന്നാ പോരാ, കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ, ചർച്ചൊക്കെ പണിയണമെങ്കിൽ ആൾക്കാരോട് പണം മേടിക്കണം. ഞാൻ പറഞ്ഞു, എന്റെ മരണം വരെ ഞാനത് ചോദിക്കത്തില്ല. ഇന്ന് വരെ ചോദിച്ചിട്ടില്ല, ഇനി മരണം വരെ ചോദിക്കത്തില്ല. എന്നെ ദൈവം വിളിച്ചത് പിരിവെടുക്കാനല്ല, ആളുകൾ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് പൈസ മേടിക്കാനൊന്നുമല്ല എന്നെ ദൈവം വിളിച്ചത്. എന്നെ വിളിച്ചത് അവന്റെ വേല ചെയ്യാനാ. വേല ചെയ്യാൻ വിളിച്ചപ്പോ എന്നെ വിളിച്ചവൻ എന്നോടൊരു ഉറപ്പ് പറഞ്ഞു. എന്നാന്നറിയോ? വേലക്ക് നീ ഇറങ്ങിക്കോ, പറഞ്ഞൊത്ത കൂലി തന്നേക്കാം. പിന്നെ എന്തിനാ പൈസ ചോദിക്കുന്നത്? പിന്നെ എന്തിനാ ആട് മുമ്പിൽ കൈനീട്ടുന്നത്? പറഞ്ഞൊത്തിട്ടാ ഇറക്കിയത്. ആമേൻ. വേല ചെയ്യുന്നവൻ കൂലിക്ക് യോഗ്യനാ. ദൈവ പൈതലേ, നീ ആട് മുമ്പിൽ കൈനീട്ടണ്ട. അഭിഷിക്തന്മാരെ, നിങ്ങളുടെ ആട് മുമ്പിൽ കൈനീട്ടണ്ട. ആരോടും പണവും ചോദിക്കാൻ നിൽക്കണ്ട. ദൈവരാജ്യത്തിന് പണം വേണമെങ്കിൽ ദൈവം ഒരുക്കി തരും. നമ്മുടെ പരിപാടി പണം മേടിക്കലല്ല, തമ്പുരാനെ സ്തുതിക്കുക. സ്വതന്ത്രം സ്വതന്ത്ര 77 11 12 13 സങ്കീർത്തനം. ഞാൻ യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഞാൻ നിന്റെ സകല പ്രവർത്തികളെയും ധ്യാനിക്കും, നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും. ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു. ഞാൻ ഇവിടെ അങ്ങ് നിർത്തുക. നിന്റെ വഴി, എനിക്ക് ആ വാക്യം എനിക്ക് ഇഷ്ടപ്പെട്ടെ. എല്ലാവരും ഒന്ന് വായിച്ച മക്കളെ. ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു. നിന്റെ വഴി വിശുദ്ധമാകുന്നു. റോബിൻസൺ ഭാഷേ, അതിൽ നിന്ന് എന്താ മനസ്സിലായ? ഞാൻ എന്നോട് ദൈവം ഇടപെട്ട കാര്യം പറയാം. തമ്പുരാൻ ഒരു വഴി തുറന്നാൽ അതിനകത്ത് അശുദ്ധി ഉണ്ടാവത്തില്ല. ദൈവം ഒരു വഴി തുറന്നാൽ അതെന്താ മക്കളെ? അശുദ്ധമല്ല, അതിനകത്ത് അശുദ്ധിയില്ല. ദൈവം തുറക്കുന്ന വഴി വിശുദ്ധമായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? വളഞ്ഞ വഴി അവൻ തുറക്കത്തില്ല. വളഞ്ഞ വഴിയിലൂടെ ദൈവം ഒരാളെ ഒരിടത്തും എത്തിക്കത്തില്ല. നിന്റെ വഴി ചൊവ്വുള്ള വഴിയാ. അങ്ങനെയല്ല വാക്യം. അവൻ അവരെ ചൊവ്വയുള്ള വഴി നടത്തി. വളഞ്ഞ വഴി ദൈവം നടത്തത്തില്ല. ദൈവം ആരും വളഞ്ഞ വഴി നടത്തത്തില്ല. വളഞ്ഞ വഴി പോയാൽ ഒട്ട് മുന്നോട്ട് പോകാൻ ദൈവം അനുവദിക്കത്തുമില്ല. എവിടെയെങ്കിലും വിട്ട് നമ്മളെ പിടിക്കും, നമുക്കറിയാം. പക്ഷെ നേരായ വഴി നടത്തും ദൈവം. ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത, ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകും. ആ വിശുദ്ധമായ വഴി ദൈവം നമുക്ക് വേണ്ടി തുറക്കും. ഒന്ന് ചാടി എഴുന്നേക്കാമോ? എത്രയോ അത്ഭുത നന്മകൾ കർത്തൻ ചെയ്തതു നിനച്ചിടുകിൽ, എത്രയോ അത്ഭുത നന്മകൾ
കർത്തൻ ചെയ്തതും നിനച്ചിടുകിൽ ഇതുവരെ ശുഭമായി നടത്തിയോൻ ഇനിമേലും ഇതുവരെ ശുഭമായി നടത്തിയോൻ ഇനിമേലും നടത്തിയിടുമേ. ഭയം ലേശം വേണ്ടിനിയും മമ്മ യേശുവിൻ അഭയം വൻതുമ്പ നേരത്തിലും യേശു താൻ എന്നോടിരിക്കും. വൻതുമ്പ നേരത്തിലും യേശു താൻ എന്നോടില്ല. ചേർന്ന് പറ. കൺമണി പോലെന്നെ സൂക്ഷിച്ചു, ഉള്ളം കയ്യിലെന്നെ വരച്ചു. അപ്പാ കൺമണി പോലെന്നെ സൂക്ഷിച്ചു, ഉള്ളം കയ്യിലെന്നെ വരച്ചു. ചേർന്ന് പറയാമോ? വരനറിയാതെ ഒന്നും വന്നതില്ല, തീരുമാനിച്ച എന്റെ യേശു അറിയാതെ. വരനറിയാതെ ഒന്നും വന്നതില്ല, തീരുമാനിച്ച ഇടം ഭയം ലേശമേ തിരിയും മമ്മ യേശുവിൻ അഭയം വൻതുമ്പ നേരത്തിലും യേശു താൻ എന്നോടിരിക്കും. വൻതുമ്പ നേരത്തിലും വൻതുമ്പ നേരത്തിലും യേശു താൻ എന്നോടിരിക്കും. കർത്താവിനോടൊത്തു ഞാൻ നടന്നു, നിത്യശാന്തി എന്നിൽ പകർന്നു. കർത്താവിനോടൊത്തു ഞാൻ നടന്നു, നിത്യശാന്തി എന്നിൽ പകർന്നു. വെളിപ്പാടിനാൽ ദിനവും വിശുദ്ധമാം വഴികൾ. ദൈവം തുറക്കുന്ന വഴി വിശുദ്ധമാണ്. വെളിപ്പാടിനാൽ ദിനവും വിശുദ്ധമാം വഴികളിൽ നടത്തിയിടുമേ. ഭയം ലേശം വേണ്ടിനിയും മമ്മ യേശുവിൻ അഭയം വൻതുമ്പ നേരത്തിലും യേശു താൻ എന്നോടിരിക്കും. വൻതുമ്പ നേരത്തിലും യേശു താൻ എന്നോട്. കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലും, കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലും, യോർദാൻ കര കവിഞ്ഞൊഴുകിയാലും, കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലും, യോർദാൻ കര കവിഞ്ഞൊഴുകിയാലും, ഏലിയാവിൻ ദൈവത്താൽ ശത്രുവിന്റെ ജയഭേരി മുഴക്കിടുമേ. ഏലിയാവിൻ ദൈവത്താൽ ശത്രുവിന്റെ ജയഭേരി മുഴക്കിടുമേ. ഭയം ലേശം വേണ്ടിനിയും മമ്മ യേശുവിൻ അഭയം വൻതുമ്പ നേരത്തിലും യേശു താൻ എന്നോടിരിക്കും. വൻതുമ്പ